ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാക്കുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അമ്മേ, എസ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. സർ, മെല്ലെ ചവിട്ടടോ, ഇതെല്ലാം കൂടെ ഇടിച്ച് തലയിൽ കൂടെ വീഴും. എയ്ഡ്സ് പിടിച്ച പോലീസ് സ്റ്റേഷൻ. സാറേ, ഈ പിള്ളേർ ഇന്നലെ പള്ളിയിൽ നിന്ന് പിടിച്ചു വെച്ചതാ, അലമ്പുണ്ടാക്കിയിട്ട്. ഒരു കേസ് ചാർജ് ചെയ്യണം. അമ്മരോടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് വിട്ടാൽ മതി. ഇന്ന് പത്രം വായന നടന്നില്ല. പിന്നെ പുറത്തൊരു സ്ത്രീ നിൽക്കുന്നവരെ അവരെങ്കിൽ വിളിക്കും. ആരും ഇല്ലല്ലോ സാറേ. ഉണ്ടെന്നേ, പോയി നോക്ക്. സാർ, ആ പുറത്തൊരു സ്ത്രീ ഉണ്ട്, അവരെങ്ങോട്ട് വിളിച്ചേ. സാറ് വിളിക്കുന്നു. ആ, എന്തൊക്കെയുണ്ട്? ഞാൻ 2 മാസത്തിന് CA ആവും. SP വരെ ആവും. ഭാഗ്യമുണ്ടെങ്കിൽ IPS കിട്ടും. ഭാഗ്യം പോലെ ഇരിക്കും. ശരി ശരി, ഓക്കെ. എന്താ? എൻ്റെ ഭർത്താവിനെ കാണാനില്ല സാറേ. 1.5 മാസമായിട്ട് കാണാനില്ലേ? എന്നിട്ട് ഇപ്പോഴാണോ പരാതി വരുന്നത്? പള്ളിപ്പെരുന്നാള് കോളാക്കിയ സക്രിയുടെ ഭാര്യ സാർ. ഓ, സക്രിയുടെ ഭാര്യയാണല്ലേ. എന്താ പേര്? ജെസി. ഇതാരാ? ഇത് മോന. ഇച്ചാൻ ഡ്രംസ് വായിക്കുന്ന ആളാ സാറേ. അപ്പൊ പരിപാടിക്ക് വേണ്ടി അങ്ങും ഇങ്ങും ഒക്കെ പോവാറുണ്ട്. അതുപോലെയാന്നാ വിചാരിച്ചേ. ഈ കലാകാരന്മാർക്ക് സ്ഥിരതയില്ലെന്നാ പൊതുവെ പറയപ്പെടാറ്. സാറേ, ഈ കൊച്ചൻ പ്രധാനമന്ത്രിയുടെ അല്ല, അത് പിന്നെ ധീരതയ്ക്കുള്ള സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടേ. ആഹാ, എന്നായിരുന്നു? 2012. എന്തിനായിരുന്നു? 2012 ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു സാറേ. അന്ന് കുറെ കുട്ടികൾ അതിൽ പെട്ടിരുന്നു. അന്ന് ആ കുട്ടികളൊക്കെ രക്ഷിച്ചത് ഈ മോനാ. ഓ, അത് ശരി. ഗുഡ് ഗുഡ്. ഇരിക്കൂ.
നീരുന്നു. ഇരുന്നോളൂ. പഠിത്തമൊക്കെ ഏതുവരെയായി? ബിടെക്കിനാ ഏറ്റുമാനൂര്. സാധാരണ ഇയാൾ പോകുമ്പോ വീട്ടിലൊന്നും പറയാറില്ലേ? പ്രോഗ്രാം പല സ്ഥലത്തായതുകൊണ്ടാ. എവിടെ പോയാലും പെരുന്നാളിന് മുമ്പ് വരാറുണ്ട്. ഇന്നലെ കാണാത്തോണ്ടാ. ശരി, ഞാൻ അന്വേഷിക്കാം. പൊയ്ക്കോളൂ. ഈ സ്ത്രീ പാലക്കാരിയാണല്ലേ? ആണോ സാർ? അറിയോ അവരാ? ഞാൻ മുമ്പ് ഇവരെ പെണ്ണ് കാണാൻ പോയിട്ടുള്ള. എന്നിട്ട് കെട്ട് നടന്നില്ലേ? ആ, കെട്ട് കഴിഞ്ഞു. എന്നെ കാണാനില്ലെന്നുള്ള പരാതി കേട്ടാ അവരിപ്പോൾ വന്നിട്ട് പോയ. എന്താണ് പക്ഷെ സാറിന് അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നത്. എന്നിട്ട് എന്താ സാറേ ഈ കെട്ട് നടക്കാഞ്ഞേ? അത് അന്ന് ഇവരെ കാണാൻ വലിയൊരു സുഖമൊന്നുമില്ലായിരുന്നു. എനിക്ക് അതുകൊണ്ട് വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷെ ഇപ്പൊ കൊള്ളാം. ആ, ഇങ്ങനെ കാണാനായിരിക്കുമോ? ആർക്കും അവർക്കും അതോ സാറിനോ? ഇപ്പൊ അവരെ ഭർത്താവിന്. താൻ ആ ചന്ദ്രൻ കൊല്ലക്കേസിന്റെ ഫയലിംഗ് എടുത്ത്. സാർ ഈ സിംഫണി സക്കറിയ അത്ര വലിയ പുള്ളിയാണോ? ചന്തമിണങ്ങിയ മലയുടെ മടിയിൽ കുഴലൂതി കാറ്റു വരുമ്പോൾ ആഘോഷപ്പാട്ടിൻ ശ്രുതിയിൽ മധുരം നിറയും ആമോദം വീഞ്ഞായി ദുരയും. എത്ര നേരം അവിടെ നോക്കിയിരിക്കുന്നത്? എനിക്ക് പ്രോഗ്രാം കാണാൻ പോകണ്ട. മങ്ങ എന്നോ എന്നത് എത്ര വലിയ പ്രോഗ്രാം വെള്ളച്ചാടിന് അവാർഡാ. എന്നാ എനിക്ക് എത്ര അവാർഡ് കിട്ടുന്നതാ? പിന്നെ വായി തന്നെ കണ്ണാടി പുഴ നീന്തും ചങ്ങാലി കാറ്റിൽ ഹൃദയം നവസ്വപ്നങ്ങൾ നെയ്യുന്ന നേരം പിന്നിൽ മിഴിവട്ടം ചിന്നിത്തു മിന്നൽ വിരലെഴുതുന്നു തെളിനീല താളിന്മേൽ ഇവനുടെ പ്രിയപുത്രൻ. ചന്തമണിഞ്ഞൊരു മലയുടെ വടിയിൽ കുഴലൂതി കാറ്റു വരുമ്പോൾ
നമസ്കാരം. എനിക്ക് പുരസ്കാരം കിട്ടിയതിന് പിന്നിലുള്ള കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്ന് എല്ലാവരും കരഞ്ഞ് നിലവിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ ചെയ്തു? സത്യം പറഞ്ഞാൽ എന്താ ചെയ്തെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഒന്ന് മഴ നനഞ്ഞാൽ വീട്ടിൽ വഴക്കാം, സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിൽ വന്നോണം. അപ്പനും അമ്മയും നല്ല വിരട്ടി തന്നെ എന്നെ വളർത്തിയത്, പ്രത്യേകിച്ച് എൻ്റെ അമ്മ. നോക്കണ്ട, സത്യമല്ലേ? ഡാ നീ വീഴുവേ, മഴ നനഞ്ഞ് പനി പിടിച്ച് കിടക്കുവേ എന്നൊക്കെ പറഞ്ഞ് ഇടം വലം തിരിയാൻ എന്നെ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? പക്ഷേ കുട്ടിച്ചനാ എൻ്റെ അപ്പൂപ്പൻ. എന്നെ മഴ കൊള്ളിച്ചതും മരത്തെ കയറ്റിയതും മലമുകളിൽ കൊണ്ടുപോയതും ഒക്കെ കുട്ടിച്ചനാ. നീന്തൽ പഠിപ്പിച്ചതും കുട്ടിച്ചനാ. കുട്ടിച്ചനില്ലായിരുന്നേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് കുട്ടിച്ചന് ഒരു ഉമ്മ. അപ്പ അപ്പനും ഉണ്ട് ഉമ്മ. അപ്പ തുടങ്ങുമല്ലേ? തുടങ്ങാം. ആ നീലാംബരിയിൽ താഴ്വര തോറും എന്നുമൊലീവുകൾ പൂവണിയും. ഇനിമേൽ സ്വർഗം ജീവനിലെന്നും കാരുണ്യത്തിൻ കതിർവീശും. നക്ഷത്ര കതിരണിയും കൗമാര തികവന്റെ തിരുഹൃദയ പുത്തഴുകിയതല്ലേ. പാടും നേരം ഹായ് ചന്തമിണങ്ങിയ മലയുടെ മടിയിൽ കുഴലൂതി കാറ്റു വരുമ്പോൾ ആഘോഷപ്പാട്ടിൻ ശ്രുതിയിൽ മധുരം നിറയും ആമോദം വീഞ്ഞായി നുരയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ചോ, ഈ സിംഫണി സക്കറയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്നാ വിവരം? അവനിവിടെ ഉണ്ടായിരുന്നേൽ ഇന്നലെ പെരുന്നാൾ ഇങ്ങനെ കാര്യം അലമ്പാവായിരുന്നോ? എങ്ങാണ്ട് പോയി കിടക്കായിരിക്കും ധിക്കാരി. അച്ഛൻ എന്ന് അവസാനമായിട്ട് കണ്ട് എന്തോന്ന് കാണാൻ? ആണ്ടാർത്തി മുമ്പ് കയറി വരും, കുമ്പസാരിക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് എന്നാ വാലും തലയിലാണ്ട് എന്നതാക്കിയാ പറയും. വെളിവ് കാണത്തില്ലെന്നേ. കഴിഞ്ഞ വർഷാവസാനം കണ്ടതാ. അതെ, അവന്റെ അടുത്ത കൂട്ടുകാരെ വല്ലതും അച്ഛൻ അറിയോ? 2-3 ഭ്രാന്തന്മാർ ആ സ്റ്റേജിൽ കിടക്കുന്നുണ്ട്, പോകുന്നില്ലെന്നേ. സക്രിയയുടെ പ്രോഗ്രാമിന് ഏതോ ഡ്രമ്മോ ഒലക്കയുടെ മൂടോ വാടകയ്ക്ക് എടുത്തോന്ന് വെച്ച് ആ വാടക പള്ളിയുടെ കടക്കിൽ ഞാൻ കൊടുക്കണം. പെരുന്നാൾ അലമ്പാക്കിയതും പോരാ, ഞാൻ കൊടുക്കേല. സൈമൺ സാർ ഒന്ന് ചെന്ന് അവന്മാരെ പറഞ്ഞു വിട്ടേര്. പോലോസേ സാർ, ആ സ്റ്റേജ് പൊളിച്ച് മാറ്റിക്കേ. സാറേ, കറിയുടെ കൊട്ടിപ്പാട്ടില്ലാതെ ഇവിടെ ഒരു പെരുന്നാൾ നടന്നിട്ടില്ല. അച്ഛനോട് ചോദിച്ചാൽ മതി. ശരിയാ, കാര്യങ്ങൾ കണ്ടും നോക്കിയും ചെയ്തതാ കുറ്റം. പൈസയുടെ കാര്യം പറഞ്ഞപ്പം അച്ഛനും അങ്ങ് പീലാത്തോസായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല കേട്ടോ. ഇടവക്കാര് മൊത്തം നടിച്ചു. താനാണോ ഈ ഡ്രംസ് ഒക്കെ വാടകയ്ക്ക് കൊണ്ടുവന്നേ? ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ആരും ഒന്നും കൊണ്ടുവരുന്നുമില്ല, കൊണ്ടുപോകുന്നുമില്ല. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. പോലോസേ സാർ, ഒന്ന് കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിക്കേ. ഇങ്ങോട്ട് പാടുങ്ങട്, ഇങ്ങോട്ട് നിക്കണോ? സാറേ, മൊത്തം പൊടിയും പുകയാ. Dust? Oh, you mean dust? All are coming from dust, man. എത്ര രൂപ വാടക കിട്ടാനുള്ള? Millions. Millions.
ഒന്നടാ കാണിച്ചേ. ഇവന്റെ അടുത്ത് അകത്തേക്കിട്. ഈ തൊലിനെ കൂടെ എടുത്ത് കയറ്റ്. ഹലോ സാറ്, ഞാനേ യുവമാരെയും കൊണ്ടുപോവാ. അല്ല സാറേ, ഈ വാടകയുടെ പ്രശ്നം കൊണ്ടാണേ ആ കുയിലിനെ ഇവിടെ നിർത്തിയേക്ക്. പള്ളിയുടെ കണക്കെ ചേർത്ത് കൊടുത്തേക്കാ ഞാനത്. പ്രശ്നം വാടകയല്ലോ, പിന്നെ കേസ് മാൻ മിസ്സിംഗ്. ചക്കരയുടെ ഭാര്യ എന്ന പരാതിയാ. ഭർത്താവിന് 1.5 മാസമായിട്ട് കാണാനില്ലെന്ന്. എന്നാ ശരി അച്ചോ. ലവനെ കാണാത്തോണ്ട് ലവള് കംപ്ലൈന്റ് കൊടുത്തു. അന്വേഷിച്ചു വന്നതാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ല മനുഷ്യ. ഇപ്പൊ എന്തായി? ഇത് സംഗതി വഷളാവും. ചിട്ടിയുടെ കാശ് 4-5 തവണയായിട്ട് അടച്ചിട്ടില്ലായിരുന്നു. പെരുന്നാളിന് മുമ്പ് എത്തിക്കോളാം, പൈസ കണക്കൊന്നും തീർത്തോളാം എന്ന് കട്ടായം പറഞ്ഞിട്ടുവാ പോയത്. അല്ല, ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കത്തില്ല എന്ന് വാശിയായിരുന്നു. ഒരിക്കൽ വാങ്ങിച്ചാ സാറേ, കൊണ്ടുപോയതിന്റെ അന്ന് തന്നെ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ഒട്ട് വാങ്ങിച്ചിട്ടുമില്ല. ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ സാറേ? അല്ലെങ്കിലും അവനൊരു പഴഞ്ഞനാന്നേ. നിങ്ങളാരാ? അയ്യോ, ഞാൻ സാറേ പറഞ്ഞില്ലയോ, തടിമിലുള്ള ഇക്കോ ചാൻഡ് മെമ്പർ നോക്കി അക്കച്ചെടുത്തി. ആ, നിങ്ങളുടെ കെട്ടിയന്റെ കൂടെ ചക്കര കൂടിയെന്നാ ഈ പറഞ്ഞ 12-നാന്നോ? അയ്യോ അല്ല, 12-ാം തീയതി അങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. എവിടെ പോയാലും പോകുന്ന വാക്കിന് അച്ചാന്റെ അടുത്ത് കയറി ഒന്ന് കൂടുന്ന പതിവുണ്ടായിരുന്നു. അല്ലെ, ഈ പതിവ് പാർട്ടിക്കാരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ല. പലോസേ, ആ കിർക്കന്മാരെ വിളിച്ചു. നമസ്തേ. ഇവരെ അറിയോ? അറിയാം സാറേ, എന്റെ മോന്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ പോകുന്നവരാ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഓ, ഞങ്ങളാരെയും സംശയിക്കാനാ സാറേ. നിങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ഉണ്ടോന്ന്? എനിക്കൊന്നും അറിയത്തില്ല സാറേ. ആ, എന്നാടേ? ആ, അതിന്ന് റിലീസായല്ലേ ഉള്ളൂ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാം. ആ, നീ വെച്ചേ. സാറിന്റെ നാട് എവിടെയാ? എന്റെ നാട് എവിടാന്ന് അറിഞ്ഞു നോക്കത്തുള്ളൂ. കുന്നന്താനം വിട്ടിച്ച പണ്ടെന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുള്ളതാ ഈ സാറ്. പേരപ്പം വഴി വന്ന ആലോചനയാ. പേരപ്പം വാക്ക് പറഞ്ഞുകൊണ്ട് പെണ്ണ് കാണല് നടത്തിയെന്നങ്ങ് വരുത്തി. അപ്പൊ സാറിന് അറിയായിരുന്നോ ഇത് ഇന്നാരാന്ന്? എനിക്ക് ശരിക്കും അങ്ങോട്ട് കുറച്ചായില്ലേ. എന്റെ വീട്ടിൽ നിന്ന് ചിലയിടത്തൊക്കെ കൊണ്ടുപോയി പെണ്ണ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പോയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പോലീസ് കലാകാരൻ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒഴിവാക്കിയത് അല്ലേ? അല്ല, കലാകാരൻ എന്ന് പറയുമ്പോ ഞാനേ ചില ആള് കുറെ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ച ആളാ. ആണോ? ഏത് സിനിമയില്? ഓ, അതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല കേട്ടാ. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കേ സാറിന്റെ സീൻ അങ്ങോട്ട് തീരും. മതി മതി. ആവശ്യം വരുമ്പോ ഞാൻ വിളിപ്പിക്കും, വന്നേക്കണം. പിന്നെ ഈ കല എന്നൊക്കെ പറയുമ്പോ ചെണ്ടയടിയും തബലോട്ടലും ഒക്കെ അതിൽ പെടും. പെണ്ണ് കാണാൻ വന്നപ്പോ പേരപ്പനാന്നും പറഞ്ഞില്ലായിരുന്നോ? അത് മാത്രമല്ല സാറേ, ഇപ്പൊ പൊക്കത്തിന്റെ കാര്യം പറഞ്ഞ സാറിന് പോലെയാണോ കറിയ? കറിയാന്ന് പറഞ്ഞ ഒരു 6-6.25 പൊക്കത്തിലങ്ങ് പൂ തൊളിഞ്ഞ് നിൽക്കുമല്ലോ നിച്ചുമാരി. അത്രയും പൊക്കമൊന്നും ഇല്ലേലും എനിക്കൊരു വീട്ടിലെ പൊറുതിയുള്ളൂ. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ല കേൾക്കുന്നത്.
കൊച്ചു കൊച്ചു എണീറ്റേ. എന്താ? ദേ അപ്പം വന്നു. അപ്പനോ? ആ ഇച്ചയാ, എണീക്ക്. അപ്പാ ഡ്രംസ് ഒക്കെ ഗ്വാളിയറിലായിരുന്നടി. ആണോ? ഞാൻ വിചാരിച്ച ആ പാട്ടുകാരി മുംതാസ് അല്ലേ, അവളൂടെ പൊറുതി തുടങ്ങിയെന്ന്. അപ്പൊ വാങ്ങിച്ചാണോ ഇതെല്ലാം? പിന്നെ അല്ലാതെ ഇതിന്റെ ഒരു കുറവ് നിനക്കുണ്ടെന്ന് ഉസ്താദിനോട് പറഞ്ഞു. അപ്പൊ തന്നെ മേടിച്ച് കയ്യിലോട്ട് തന്നു. ഇനി ഞാൻ ആരാടി? സിംഫണി സക്കറിയ. ഇനി അങ്ങോട്ട് ഞെരിക്കാൻ പോവാ ശിവമണിയൊക്കെ പോലെ. കലൈമാമണി അവാർഡ് തൊട്ടിങ്ങോട്ട് നമ്മുടെ വീടിന്റെ തട്ടുപുറത്തുനിന്ന് കിടക്കും. ഇതൊരു അവാർഡ് ഫാമിലി ആവും. മോന് ധീരത, അച്ഛന് കല. നീ ഇവിടെ ഇങ്ങനെ ചീരൻ നനച്ച് നടന്നു. ഞാനിവിടെ നട്ടും നനച്ച് നടക്കുന്നുണ്ടോ പിള്ളേരോട് വെള്ളം കുടിച്ച് കിടക്കുന്ന? അയ്യോ സമ്മതിച്ചേ. എവിടെയാ എന്നാന്നൊക്കെ പറയാതെ വിട്ട് വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കുക. നിന്റെ ഊര് തന്നെ കെട്ടിയോ നട്ടപ്പാരയ്ക്ക് വന്ന് കയറി അല്ലേടി? തോന്നിയ സമയത്ത് വരാം, തോന്നിയ സമയത്ത് പോവാ. 5-6 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്, പോയി നോക്ക്. സാധനം? ആ എന്നാ അവിടെ നട്ടപ്പാരയ്ക്കല്ല അവിടെ പോയി നാട്ടുകാരെ കൊണ്ട് വായിക്കാനായിട്ട്. ഇത് പതിവ് കലാപരടി തന്നെ. അപ്പന സ്വപ്നം ഉണ്ട് കാണും. ജെസി സക്കറിയ പ്ലാൻ തോട്ടത്തിൽ നോക്കി. വീട്ടുകാരാളെ കാണാനില്ലെന്നും പറഞ്ഞ് പരാതി കൊടുത്തല്ലേ ഉള്ളൂ. ഇന്ന കുന്നു മുഴുവനും കയറണല്ലോ ദൈവമേ. എന്തിനെ അവരുടെ കടയിൽ കൊടുത്താ പോരെ? ഇതിനെ കുറച്ച് വലിയ സൈസ് എടുത്താൽ കുട്ടിച്ചായോ? മരുമോൾക്ക് ഒരു കത്തുണ്ട്. മകന്റെ വിവരം വല്ലതും അറിഞ്ഞോ കുട്ടിച്ചായ? അത് പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കല്ലേ. ശരിയെന്നാ. മോളെ അവന്റെ കത്ത പരാതി തമിഴിലോ? ഇവന്റെ അപ്പം വന്ന് വായിച്ചു. നമ്മുടെ ആ കേബിൾ മോഷിച്ച കേസിലെ പയ്യല്ലേ സാറേ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നോ? ഇല്ല സാറേ. ബംഗാളിയാ? അല്ല, ഇവിടെ അടുത്തുള്ളതാ. ആ അവനവിടെ നിൽക്കട്ടെ. ശരി സാർ. എസ് ഐ അവന്റെ കത്ത് വന്നു സാറേ. കത്തോ? ആരുടെ കത്ത്? ആരാ സംസാരിക്കുന്നത്? സാറേ ഞാൻ കുട്ടിച്ചനാ. അന്ന് കാണാതെ പോയെന്ന് പറഞ്ഞ സക്കറിയായില്ലേ, സക്കറിയുടെ അപ്പനാ ജോർജ് കുട്ടി. കുട്ടിച്ചനെ എല്ലാരും വിളിക്കുന്നേ. ആ പറഞ്ഞോ പറഞ്ഞോ. അവരെന്തോ പരിപാടിയും കൂട്ടുമായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക. എവിടുന്ന് അയച്ചേ? അല്ല അതിപ്പോ അങ്ങനെ കൃത്യമായിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പറയാനാ സാറേ? അല്ലേലും ആ കുരുത്തം കെട്ടവന് വീട്ടിലിരിക്കുന്നവരുടെ ആദ്യമൊന്നും അറിയണ്ടല്ലോ. അവന്റെ പെണ്ണും പിള്ള ശരിക്കും ആഹാരം കഴിച്ചിട്ട് 2 മാസമായി. അതെ, നിങ്ങളുടെ മോന് മെനക്കെടുത്താനുള്ളതല്ല ഞങ്ങളുടെ സമയം. പിന്നെ നിങ്ങളുടെ മരുമോളോട് പറയണം സ്റ്റേഷനിൽ വന്നേച്ചൊരു പരാതി ഇല്ലെന്ന് എഴുതിത്തരാൻ. കേട്ടോ? ഇന്ന് തന്നെ വേണം. ശരി സാറേ. അപ്പൊ ഇട്ടേച്ച് പോയതല്ലേ? അവൻ എവിടെയാണെന്ന് വല്ലതും ഉണ്ടോ മോളെ കത്തില്? ഇല്ല കുട്ടിച്ചാ. എന്നെ കുറിച്ച് എഴുതിയല്ലോ. നോക്കട്ടെ. വായിക്കട്ടെ വായിക്കട്ടെ മോള് വായിക്കും. ജെസി കൊച്ചേ, ഇച്ചിരി കറക്കത്തിലാടി. ഒന്നും മുന്നേ കണ്ട് തീരുമാനിച്ചതല്ല. കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കാൻ കർത്താവായിട്ട് ഒരുക്കിയതാ. മൊത്തത്തിലെ ഗുണമുണ്ടാക്കുന്ന ഏർപ്പാടാ. പെരുന്നാൾ ഒഴിവാക്കിയാലും പോയി കളയാന്ന് വെച്ചത് അതുകൊണ്ടാ. ഞാൻ എവിടാന്നും എന്താന്നും ആരോടും പറയണ്ട. ഒന്നും ആരും അറിയാതിരിക്കുന്നതാ നല്ലത്.
ചിട്ടിക്കാശ് നീ കുറച്ചുകൂടി അവധി പറഞ്ഞ് നിൽക്ക്. വരുമ്പോ ഒന്നിച്ചു തീർക്കാം. എന്തേലും നിവർത്തികേട് വന്ന അപ്പച്ചനോട് ചോദിക്കണം. അതിന് മടി വിചാരിക്കണ്ട. അപ്പനോട് കട്ടിപ്പണിയൊക്കെ ഇച്ചിരി കുറയ്ക്കാൻ പറയണം. തൊമ്മിയുടെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? നിന്റെ ഒരു കണ്ണ് പ്രത്യേകം വേണം. ടൗണാ, ഉഴപ്പാൻ ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലവാ. പിന്നെ എൻ്റെ കൊച്ചിനോട് പറയണം, ഇത്തവണ കണക്കില് 10 മാർക്ക് കൂടുതൽ കിട്ടിയ അപ്പനൊരു സ്കേർട്ടും ടോപ്പും മേടിച്ചോണ്ട് വരുമെന്ന്. പിന്നെ 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 എന്റെ ചിക്കൂന് ഞാൻ വായിച്ചോളാം. എനിക്കറിയാം അതിലെന്താ ഉള്ളതെന്ന് കേട്ടോ. ചിക്കു നമുക്ക് എന്നാ കാര്യം? ഇത് ഡൈല്യൂട്ടായി. അമ്മ വിളിക്കുന്നുണ്ടല്ലോ. മാം, എന്റെ കഴിഞ്ഞു. അമ്മ വിളിക്കുന്നു. ഓക്കെ പൊക്കോളൂ. എന്ത് വാടാ അമ്മയാണ്. എന്താ അമ്മ? അപ്പന്റെ കത്ത് വന്നടാ. ഇച്ചേടെ കത്ത് വന്നു. കത്തോ? ആ, ഏതോ പരിപാടിയോട് കൂടിയതാ. ആളിവിടെ ഇല്ലെന്ന്. ആ വരുന്നു. അമ്മ അച്ഛൻ എവിടാണെന്ന് പറഞ്ഞു. സോറി എന്തോടാ പറ്റിയ? ആരാടാ അവിടെ? ഹലോ തൊമ്മി. വേറെന്തൊക്കെ എഴുതിയിട്ടുള്ള? കുറച്ച് വൈകൂന്ന് എഴുതിയിരിക്കുന്നെ. വേറൊന്നുമില്ല. എന്നേലൊരു അറിവ് കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. ആരാടാ അവിടെ നിന്റെ കൂടെ? അതമ്മ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അമ്മ ഞാൻ ക്ലാസ്സിലും. ഞാൻ വിളിക്കാം. വിട്ടാ മതി. പുറത്ത് കളിക്കല്ലേ? അമ്മക്ക് മനസ്സിലായി കാണും. അമ്മയ്ക്ക് മാത്രല്ല, കോളേജിൽ ആകെ ഇപ്പൊ ഒരു ടോക്ക് ഉണ്ട്. എന്ത് ടോക്ക്? സാധാരണ കോളേജിൽ എന്തിനെ പറ്റിയാ ടോക്ക് ഉണ്ടാകുന്നത്? നമ്മളെ പറ്റി തന്നെ. നമ്മളെ പറ്റി? ആ വാർഡന്റെ ചെവിയിലെങ്ങാനും ചെന്ന ആ സെക്കൻഡ് ദുബായിലേക്ക് കൊള്ളുവോ? ദേ വാപ്പച്ചിന്റെ മുന്നിൽ കവാത്ത മറക്കല്ലേ. അതിന് ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ ശ്രദ്ധിക്കൂടെ? ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ നോട്ട്സ് കണ്ടപ്പോൾ കുറച്ച് ഇന്റിമേറ്റ് ആയിട്ട് സംസാരിച്ചു നോക്കി. അതും വിചാരിച്ച് പ്രേമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഷാന നോട്ട്സ് ഇരുന്ന എല്ലാ പെൺപിള്ളേർക്കൊപ്പം നെരൂദയുടെയും ജിബ്രാന്റെയും ലവ് പോയിംസ് ആണ്. ആയിക്കോ. ഹലോ ഹലോ, ഇവിടെ ആണോന്ന് ചക്ക വേഷം കെട്ടുവാണെങ്കിൽ ആ പരിപാടിയെങ്കിൽ കൊന്നാളെ ഞാൻ കേട്ടോ. കേറി വാടി. ചായക്ക് മധുരമൊക്കെ ഉണ്ടോ ചേട്ടാ? എല്ലാ പ്രാവശ്യവും ഇത് തന്നെ പറയും, ഒരു തരി പഞ്ചസാര കാണിയില്ല. ചേട്ടാ രണ്ട് ബർഗറും കോഫി. ഞങ്ങളെല്ലാം അറിയുന്നുണ്ടേ. അതെ, എനിക്ക് ഞാനെന്ന് പറഞ്ഞ സാധനത്തിനുണ്ടോ തീരെ പഠിക്കുന്നില്ല. നമ്മൾ ഇത് ഗ്രൂപ്പിൽ അവനെ കേട്ടി തന്നെ നീ ഓർത്തു. ഇതെടുത്തേക്കല്ലേ? അതെ, എന്തൊക്കെയോ തീയും പോയ മണമൊക്കെ അടിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കിടയിൽ. അല്ല, നിങ്ങളെ വൈകുന്നേരം ഇവളെ റൂമിൽ വരികയോ വെളുപ്പിനെ പോവാന്നൊക്കെ അറിയായിരുന്നു. മര്യാദക്ക് സംസാരിക്കണം. സെമിനാർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാ. അത് കഴിഞ്ഞ് തിരിച്ച് പോരുകയും ചെയ്തു. അഥവാ രാവിലെ പോന്നെങ്കിലേ അത് നിങ്ങൾ പറയാൻ എനിക്കോട്ട് മടിയില്ല. പെണ്ണിന് കോഴിക്കോട് നീ കഴിക്കാൻ എന്താ ഓർഡർ ചെയ്ത്?
ബർഗറും കൊണ്ടുവന്നു. ആയിട്ട് പിന്നെ അവള് വന്ന് ഇത്രേ ഉള്ളൂ, ഒന്ന് വരട്ടെ, അവളങ്ങ് പൊക്കോളൂ. പിന്നെ നീ വരട്ടെ, അങ്ങ് വരണം. തരത്തിൽ പോയി തട്ടുപോൻ. ഓടിയോ വെള്ളിമുകിൽ ചില്ലുടഞ്ഞതോ, ചിറകടിച്ചു കിളി പറന്നതോ, കാറ്റിനിന്ന് ലഹരി മൂത്തതോ, കാട്ടിലഞ്ഞികൾ പൂത്തുലഞ്ഞതോ, കരയിലേതോ ഗാനം വഴിയറിയാതെ അലയുന്നു, പൊൻവെയിൽ നാളം നിഴൽ തേടുന്നു. ഒരു വെള്ളിമുകിൽ ചില്ലുടഞ്ഞതോ, ചിറകടിച്ചു കിളി പറന്നതോ, കാറ്റിനിന്ന് ലഹരി മൂത്തതോ, കാട്ടിലഞ്ഞികൾ പൂത്തുലഞ്ഞതോ. മലർവാഴക്കൂമ്പിലെ തേൻ പോലെ അനുരാഗമകതാരിൽ ഇനിയുന്നു. പ്രിയമുള്ളൊരാളിൻ നിഴലാകാം മാനസം വെറുതെ കുതിക്കുന്നു. പ്രഭാതമായ പ്രകാശമലരുകൾ വെള്ളിമുകിൽ ചില്ലുടഞ്ഞതോ, ചിറകടിച്ചു കിളി പറന്നതോ, കാറ്റിനിന്ന് ലഹരി മൂത്തതോ, കാട്ടിലഞ്ഞികൾ പൂത്തുലഞ്ഞതോ. ഉണരുന്ന കുളിരോളച്ചുരുളുകൾ തോറും പുഴയുടെ ഓർമ്മകൾ നിറയുന്നു. താഴ്വരവേലിന്റെ മൗനത്തിൽ ഏതോ രഹസ്യങ്ങൾ കുറുകുന്നു. പ്രഭാതമായ പ്രകാശമലരുകൾ എന്നും എന്തു പറ്റി പെട്ടെന്ന് തെങ്ങ് പോന്നെ? വെറുതെ എടി കൊച്ചേ, നീ റംലത്തിന്റെ അനിയത്തിയല്ലയോ? അതെ. അന്റെ പേരെന്തായിരുന്നു? ഷഹാന. ഓളിപ്പോ എവിടെയാ റംല? ഖത്തറില. നീ ഇപ്പൊ എന്താ ഇവിടെ? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ വന്നതാ. ഈ ഇങ്ങോട്ടൊന്ന് വന്നേ, അന്നൊന്ന് കാണട്ടെ. വരാം. എന്റെ മോള് സൈനബാടെ കൂടെ പഠിച്ചതാ റംലത്തെ. ഉമ്മയുടെ വീട് പുഴക്കക്കരയായിരുന്നു. ഇപ്പൊ അതൊക്കെ വിറ്റു. എന്നിട്ട് നീ എന്താ പറയായിരുന്നേ?
ഒരിക്കൽ ഞാൻ ഈ പുഴയിൽ വീണതാ. മുങ്ങി ചാവേണ്ടതായിരുന്നു. ഒരു പയ്യനാ എന്നെ രക്ഷപ്പെടുത്തി. അതെ, അന്ന് ഞാനങ്ങനെ ഈ പുഴയിൽ വീണില്ലായിരുന്നെങ്കിലേ അവാർഡെന്നും പറഞ്ഞ് ജാടടിച്ച് നടക്കാൻ ഒക്കില്ലായിരുന്നു സാറിന്, അറിയോ? സക്കറിയുടെ വീട് എവിടെയാ? സിംഫണി സക്കറിയാണോ? അതാ പള്ളിയുടെ അവിടുന്ന് താഴോട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് നേരെ കയറി ചെല്ലുന്ന വീടാ. എന്തോടാ ഇത്? എടാ, നിന്റെ അപ്പന്റെ 5 സ്റ്റാർ ഹോട്ടലിൽ പോലും കിട്ടത്തില്ല. ആരാന്ന്? സക്കറി ഉണ്ടോ? അവനിവിടെ ഇല്ലല്ലോ. എപ്പോ വരും? അവൻ സ്ഥലത്തില്ല. നിങ്ങൾ എവിടുന്ന്? കോഴിക്കോടിലെ കല്ലായി. കോഴിക്കോട്? അതെ. അവൻ കുറച്ചാൾ കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷേ എനിക്ക് അവനെ കണ്ടേ പറ്റൂ. എടാ തൊമ്മിയേ, തൊമ്മിയേ, നീ വന്നേ. എന്നെ കുട്ടിച്ചൻ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. ഓക്കെടാ. ആരാ കുട്ടിച്ചത്? എടാ, നിന്റെ അപ്പനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇയാളിവിടെ വന്ന് കുത്തിയിരിപ്പാ, കല്ലായിന്ന്. അവൻ എന്ന് വരുമെന്ന് അറിയാൻ മേലെന്ന് പറഞ്ഞപ്പോ അവനെ കണ്ടിട്ടേ ഇവിടെ നിന്ന് എഴുന്നേക്കോളൂ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുക. ഓ, എന്തെല്ലാം കുരിശുകളാ. അപ്പനൊരു വലിയ പ്രോഗ്രാമിന്റെ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞേ വരൂ. ഈ വരുന്ന 23-ാം തീയതി എന്റെ കൊച്ചുമോളുടെ നിക്കാഹ്. എന്നാ പിന്നെ ഇത് ആദ്യം പറയാൻ മേലായിരുന്നു. വെറുതെ സത്യാഗ്രഹം ഇരിക്കേണ്ട കാര്യം വല്ലതും ഉണ്ട്. മോളെ, ഇങ്ങനെ കോഴിക്കോട്ടുനിന്ന് വന്നതാ, കല്യാണം വിളിക്കാം. കോഴിക്കോടുന്നോ? അതെ. അപ്പൻ എവിടെയാണെന്ന് അറിയത്തില്ല, വന്നാ ഞങ്ങൾ അറിയിച്ചോളാം. അയാൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് എന്നോട് തുറന്നു പറയുന്നതാണ് എന്റെ മര്യാദ. ചേടാ, ഇത് വലിയ ഏടാവിടായിരുന്നു. അയാളെ ഞാൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അയാളോട് പറഞ്ഞേക്കും. ഇത് ഞാൻ തിരിച്ചെടുക്കുക. കാരണം അയാൾ വന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊരു കാര്യമില്ല. എന്നതാ കാര്യം ചോദിക്കായിരുന്നു. ഓ, എന്ത് കാര്യം? കല്യാണ സഹായം എന്നും പറഞ്ഞ് കുറി അടിച്ച് ഇറങ്ങിയിരിക്കുക. രാത്രി കയറാനുള്ള വീട് നോക്കി നടക്കുക. കൊള്ളക്കൂട്ടങ്ങൾ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. പറഞ്ഞോട്ടെ സാർ. സിംഫണി സക്കറിയോ? എനിക്കറിയാം സാർ. അയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യ നേരത്തെ സ്റ്റേഷനിൽ ഒരു പരാതി തന്നായിരുന്നു. പിന്നെ അവർ തന്നെ അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. സാർ, സൂയിസൈഡ് അറ്റംപ്റ്റ്. കബീർ കല്ലായി. സാർ, നാളെ തന്നെ അന്വേഷിക്കാം. ഓക്കെ സാർ. നിന്റെ യൂണിഫോം തേടി. എന്റെ അമ്മേ, ഇന്ന് മ്യൂസിക് ഡേ അല്ലേ? ആഹാ, വീണ്ടും കത്ത് വന്നോ? ഇതിപ്പോ ആഴ്ചയില് കത്തുവരോ ആണല്ലോ. എന്തായാലും അപ്പനെ ഒരു കത്ത് വെച്ചോണ്ടിരുന്നാ മതിയല്ലോ. എല്ലാ വർഷവും മ്യൂസിക് ഡേക്ക് അപ്പനല്ലേ സ്കൂളിൽ വരാറ്. ഇപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്നു എവിടെയാന്ന്. ഇത്തവണ വരാൻ പറ്റത്തില്ല, ടൂറിലാന്ന് പറ. പിന്നെ ടൂറ് എന്നാ പിന്നെ എവിടെയാന്ന് കൂടി പറയണം. അമ്മയ്ക്കറിയാം അപ്പൻ എവിടെ പോയെന്ന്.
വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ പോലും ഇല്ല. അല്ല, അമ്മ തിരിച്ച് അപ്പനൊരു കാര്യം അറിയിക്കണേ എന്നാ ചെയ്യും? ഞാൻ സത്യം പറയുന്നേ, അപ്പനിപ്പോ നമ്മളൊന്നും വേണ്ട. ആ കൈവച്ചു. ആ എടുത്തോ. അമ്മച്ചി പുഴുക്കല്ലരി ഇല്ല, പച്ചരി ഉള്ളു കേട്ടോ. അതെന്താ പുരുഷ പുഴുക്കല്ലരി ഇല്ലാത്ത? ആ പുഴുങ്ങാൻ സമയം കിട്ടിയില്ല. എന്നാ കുറച്ച് മണ്ണ് തരാം അമ്മച്ചി. മണ്ണ് നിങ്ങൾക്ക് പുഴുങ്ങട്ടെ. കൊച്ചാട്ടോ, കുട്ടിച്ചന്റെ കടയിലൊക്കെ പോലീസ് വണ്ടി പോയെന്ന് തോന്നുന്നു കേട്ടോ. ചെല്ലടാ. എന്തിന്? ചെന്ന് നോക്കടാ. ഓ ഓ ഇതാ സാറേ കട. ഒന്ന് ചുമ്മാ ഇരി, തരാം. നാരങ്ങ വന്നില്ല സാറേ. ഈ കമ്പനി ഐറ്റം വല്ലതും മതിയോ സാറിന് കുടിക്കാനായിട്ട്? ഓ വേണ്ട. ഈ ഫ്രിഡ്ജും അടിച്ചു പോയി, അതുകൊണ്ട് തണുപ്പായിട്ട് വല്ലതും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓ വലിയ തണുപ്പൊന്നും വേണ്ട കുട്ടിച്ച. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരികയല്ലേ. അതെ അതെ അതെ. മോനിപ്പോ എവിടെ ഉള്ളത്? മോന്റെ കാര്യമൊന്നും പറയണ്ട സാറേ, അവന് പ്രോഗ്രാം അല്ലേ, ഒത്തിരി പരിപാടിയാണ്. ഇന്നെവിടെ പരിപാടി? അത് ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു. എന്തുവാ എങ്ങനെയാന്ന് ഒന്നും അറിയത്തില്ല. അത് അവന്റെ കെട്ടിയവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു കത്ത് വന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതായത് എവിടെ വന്നൊന്നും എഴുതിയിട്ടില്ലേ? അങ്ങനെ വിലാസമൊന്നും വെച്ചിട്ടില്ലെന്നാ മോള് പറഞ്ഞേ. നമുക്ക് വീട്ടിൽ പോയ കത്തൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വരാം. എന്നത്തിനാ സാറേ? കാര്യമുണ്ടോ കുട്ടിച്ച? സാറേ ഞാൻ ഉച്ചയ്ക്കാ തട്ടിയിടുന്നേ. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ആ കത്തെടുത്ത് സ്റ്റേഷനിൽ കൊണ്ട് എത്തിച്ചാ മതിയോ? അത് പോരല്ലോ കുട്ടിച്ച. ഇന്ന് മഴയാന്ന് തോന്നി ചേച്ചി. ആണോ? ആ വല്ലാത്ത മൂടല്. മഴ പെയ്ത ഏലമൊക്കെ അഴുകില്ലോടി. നേരെ. ഓ ചിട്ടിക്കുടിശ്ശിക ഇത് 3ാമത്തെ തവണയാണ് കേട്ടോ. ആ ഓർമ്മയുണ്ട്. കാലിൽ ലപ്പി ചെളിയാ. അച്ചായനോടെ പാട്ടും പാടി നാടും തണ്ടി നടക്കാണ്ട് കുറച്ച് കാശ് അയച്ചു തരാൻ പറ. അതിന് ഇച്ചല്ലോ ചിട്ടി പിടിച്ചത് ഞാനല്ലേ അമ്മാമേ. ചെറുക്കന് ഇപ്രാവശ്യേ ഫീസെല്ലാം കുറച്ച് പൈസ അടയ്ക്കേണ്ടി വന്നു. പുസ്തകമോ പേനയോ പേപ്പറോ കമ്പ്യൂട്ടറോ അങ്ങനെ ഏതാണ്ടൊക്കെ. ജെസ്സിക്കൊച്ചേ, ഞാനിന്ന് തിങ്കളാഴ്ച വരട്ടെ. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് എന്നാ ആഴ്ച? ഇന്ന് വെള്ളിയാഴ്ച. വെള്ളി ശനി ഞായർ ഒരു 1:30 ആകുമ്പോൾ വന്നാൽ മതി കേട്ടോ. ഒരു 1:30 ആകുമ്പോൾ. അപ്പം ഞാൻ കടയിലുണ്ടാവില്ല, ഇവിടെ ഉണ്ടാവും. ശരി, എന്നാൽ ഞാൻ വരട്ടെ. ആ സുമതിയുടെ അടുത്തൊന്ന് കയറണം. അവിടെ 3 മാസത്തെ കുടിശ്ശിക കിടപ്പുണ്ട്. മഴ വരുന്നുണ്ട്, കൊട വേണോ? കൊട എൻ്റെ ഉണ്ട്. ജെസ്സി, ഈ പാഷാണ് 24 മണിക്കൂർ ഇതിന്റെ മുകളിൽ തന്നെയാണോ? ഇവനെ ഞാൻ കൊല്ലും. ഇവനും കണക്കാ, ഇവന്റെ അപ്പനും കണക്കാ. ആ രണ്ടിനെ ചേർത്താ പറഞ്ഞേ. എങ്ങനെ വിശ്വസിച്ചു ഇവന്റെ ഒക്കെ റേഷൻ കട കയറും എന്റെ പൊന്നോ? കുറെ വായ നോക്കി കൂതറകളുണ്ട്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല ഇവന്മാരുടെ. ജെസ്സിക്കൊച്ച ഇച്ച ഇച്ചിരി കറക്കത്തിലാടി. ഒന്നും മുന്നേ കണ്ട് തീരുമാനിച്ചതല്ല. ജെസ്സി, ആ ആ മോളെ ജെസ്സി, ഇവിടെ ഉണ്ട് കുട്ടിച്ച. ആ ആ മോളെ കറിയ എഴുതിയ കത്തിങ്ങെടുത്തേ. ആ എടി അവന്റെ കത്തിന്റെ കാര്യമായി പറയുന്നത്. അതിങ്ങെടുത്തേച്ചു വാ. ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതിയ കത്തല്ലേ സാറേ, അതാ. അതന്നെ വായിക്കാൻ പറ്റാത്ത എന്തേലും അതേലുണ്ടോ? എടി അതിൻ്റെ അകത്ത് അവന്റെ അഡ്രസ്സോ സ്ഥലമോ വല്ലതും ഉണ്ടെന്ന് അറിയാനാ.
ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് സാറ് വിശ്വസിക്കുന്നില്ല. നീ അത് അങ്ങോട്ട് എടുത്ത് കൊടുക്ക്, വായിച്ച് ആസ്വദിക്കട്ടെ. അതേ, ഇത് കേസ് വേറെയാ. നിങ്ങളുടെ ഭർത്താവ് കാരണം ഒരു പെങ്കൊച്ചിന്റെ കല്യാണം മുടങ്ങിയിരിക്കുക. പിന്നെ ഒരുത്തനാന്നേ വിഷമടിച്ച ആശുപത്രിയിൽ. എന്നതാ സാറേ പറയുന്നത്? ഈ വിഷമടിച്ച മൂപ്പീതിനെ നിങ്ങൾ അറിയും. 2 ദിവസം മുന്നേ അയാളിവിടെ വന്ന് പോയിട്ടുമുണ്ട്. സകല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. കബീർ എന്നാ പേര്, കല്ലായിക്കാരൻ. അറിയോ? സാറേ ശരിയാ, അങ്ങനെ ഒരാളിവിടെ വന്നിരുന്നു. അയാളുടെ മകളുടെ കല്യാണക്കുറിയും കൊണ്ട് വന്നത്. പക്ഷെ പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പൊ എല്ലാം അറിയാം. നിങ്ങൾ ആ കത്തിങ്ങെടുത്തേ, ഒന്ന് കാണട്ടെ. കത്തിങ്ങെടുക്കാൻ. കത്തിനകത്ത് വിലാസമൊന്നുമില്ല. ആഹാ, അത് ശരി. വിലാസമൊന്നുമില്ലേ? സ്ഥലം എന്നോട് പറയാതിരിക്കാനുള്ള അടവല്ലേ? എടുക്കെടുക്ക്. കത്ത് എന്റെ കയ്യിലില്ല. ഇല്ലെന്നോ? അത് കത്തിപ്പോയി. കത്തിപ്പോയെന്നോ? എങ്ങനാ? അത് ചവറിന്റെ കൂടെ കത്തിപ്പോയി. മോളെ നീ എന്നാ ഈ പറയുന്നത്? എല്ലാം കത്തിപ്പോയി കുട്ടിച്ച. അഭ്യാസം എടുക്കല്ലേ എന്നോട്. കത്തിച്ചെന്നോ? എങ്ങനെ കത്തിയെന്നാ? കുട്ടിച്ച ചവറ് കത്തിച്ചപ്പോ അതിലൂടെ കത്തിപ്പോയതാ. നാക്കെടുത്ത കള്ളേ പറയത്തുള്ളൂ. മോന്തേരിക്കുന്നുണ്ടില്ലേ? ഹലോ സാർ. നീ എന്ത് പണിയെ കാണിച്ച? ആ അതെ സാർ. എവിടാ കത്തിച്ച? അപ്പുറത്ത്. ആ കാണിച്ച. പറഞ്ഞാട്ടെ സാർ. നമ്മൾ വിചാരിച്ച ആളല്ല സാർ ഈ സിംഫണി സക്കറിയ. മൊത്തത്തില് കുഴപ്പക്കാരനാണ്. ആ അതെ സാർ. അവൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല സാർ. ആ ആകെ ഉണ്ടായിരുന്ന തെളിവും ദേ ഇപ്പൊ കത്തി. പെണ്ണും പിള്ളയ്ക്ക് പ്രണയലേഖനം എഴുതലാണ് അവന്റെ പ്രധാന ഹോബി. ആ സാർ, ഞാൻ വിളിച്ചോളാം. വിഷമടിച്ച മൂപ്പിന്ന് ഏത് നിമിഷവും തട്ടിപ്പോ. ഇനി ആ മരണത്തിനും കൂടി നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. സിഐയാ ഇപ്പൊ വിളിച്ച. സാറേ, ആ കത്തിൽ അവന്റെ വിലാസം ഒന്നും ഇല്ലായിരുന്നു. അവന്റെ സ്വഭാവം എങ്ങനെയാ സാറേ? അവന്റെ സ്വഭാവ ദൂഷ്യമൊക്കെ എനിക്കറിയാം. വലിയ കലാകാരനല്ലേ. ഇങ്ങോട്ട് മാറിയേക്ക്. കൂട്ടുകക്ഷികൾ കുറെ എണ്ണം ഉണ്ട്. പുകയും കഞ്ചാവും. പൊക്കിക്കോളാം ഞാൻ. അവന്മാരെ കൊണ്ട് പറയിപ്പിക്കും നിന്റെ കെട്ടിയവൻ എവിടെ ഉള്ളതെന്ന്. നല്ല ബെസ്റ്റ് സെലക്ഷൻ. കൊള്ളാം. ആ പിന്നെ മരുമോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. 24 മണിക്കൂർ സമയം ഞാൻ തരും. അതിനു മുന്നേ അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കണം. അല്ലേ അമ്മായിയപ്പനും മരുമോളും അങ്ങ് അകത്ത് കിടക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പനും മരുമോളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടാ. ആണ് സാർ, അത് ഉറപ്പല്ലേ? എനിക്ക് ഇവരെ പണ്ടേ അറിയാം. കത്ത് കത്തിച്ചളഞ്ഞ പിന്നെ എല്ലാം കഴിഞ്ഞെന്നാ വിചാരം. 2 എണ്ണം പൊട്ടിച്ച അടിപൊളിയാ. വേണ്ടി വരും. ചെറുക്കന്റെ കത്തെടുത്താണ് ഒരു തീക്കൂനെ കൊണ്ട് കളയുന്നത്. നിനക്ക് ബോധം വെക്കണോ ഇല്ലാതായോ? ഇപ്പൊ കാര്യങ്ങൾ മുഴുവൻ വഷളായി. ചെറുക്കൻ എവിടാണെന്ന് കണ്ടുപിടിക്കാനുള്ള വാലോ തുമ്പോ ഉണ്ടായിരുന്ന കത്ത നീ കൊണ്ട് കത്തിച്ചു കളഞ്ഞു. അതെടുത്തു കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു. അങ്ങനെ പ്രശ്നം തീരത്തില്ല. അതെന്താ തീരാത്തെ? ആ പോലീസുകാരന്റെ വായെങ്കിലും അടപ്പിക്കായിരുന്നു. വായിച്ചു നോക്ക്. ഇതല്ലേ നീ കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞത്? എന്റെ കുട്ടിച്ചായി കത്ത് അവര് വായിച്ച കുഴപ്പാ. എന്തു കുഴപ്പം? ഇതൂടെ നോക്ക്. ഇത് കറിയുടെ കത്തല്ലേ? അതെ. ഇതെപ്പോഴാ അവൻ എഴുതിയത്? എപ്പോഴാ എഴുതിയേ? ഇതെനിക്ക് അപ്പുറത്ത് മുറിന്ന് കിട്ടിയതാ. ഇത് 2-ൽ 1 എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ വന്നു? ഇതും കൂടെ വായിച്ചു നോക്ക്. ഇത് നമ്മുടെ തൊമ്മയുടെ കൈപ്പിടല്ലേ?
ഇത് 3 എഴുതിയത് ഒരാളാ. എന്നാ ഇച്ചയല്ല. ഇതെല്ലാം എനിക്ക് തൊമ്മിയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇതെല്ലാം എഴുതിയത് അവനാ. ഇച്ചയുടെ പേരിൽ കത്തെഴുതി നമ്മളെല്ലാം പറ്റിച്ചോണ്ടിരുന്ന അവനായിരുന്നു. എന്നാ പിന്നെ എന്തിനാ കുട്ടിച്ച ഇച്ചയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാമോ നമ്മുടെ കൂടെ വന്നത്? എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാക്കുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും വേറെ കത്തൊന്നും വന്നിട്ടില്ല അല്ലേ? ഇല്ല സാർ. ഈ വന്ന കത്തുകളൊക്കെ എവിടെ നിന്നാണെന്നോ അങ്ങനെ എന്തേലും? സീല് നോക്കി അറിയാൻ പറ്റും, പക്ഷെ അതിപ്പോ അങ്ങനെ നോക്കാറില്ല. ശരി, ഇനി കത്ത് വന്നാ കൊണ്ടുപോയി കൊടുത്തേക്കരുത്. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരണം. ആ ശരി സാർ. വിട്ടോ. ഇന്ന് തുറന്നില്ലേ? ഇങ്ങ വന്നേ. ആ നിങ്ങളെ തന്നെ. ഈ കട എന്നാ തുറക്കാത്ത? ഇന്നലെ വൈകുന്നേരം നേരത്തെ അടച്ചു പോയ സാർ. പൗലോസേ, ആ റേഷൻ കടയിലെ പുരുഷനെങ്കിൽ വിളിച്ചേ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ അടച്ചിടാറുണ്ടോ? ഇല്ല സാറേ, ഞായറാഴ്ച മാത്രമേ അടച്ചിടാറുള്ളൂ. ആ എന്നാണ്ട്? എന്താണ് നിങ്ങളുടെ അയൽവാസി എന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് ഇറങ്ങിയില്ലേ? വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറേ 2 പേരും കൂടി ടൗണിലേക്കുള്ള ബസ്സിൽ കയറി പറഞ്ഞു. 2 ആളോ? മരുമോളും കൂടെ ഉണ്ട്. എത്ര? 30. നിങ്ങൾ വരുന്ന വിവരം ലീൻ അറിയില്ലായിരുന്നു? ഇല്ല, ഞങ്ങള് ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ എവിടെയാന്നാ പറഞ്ഞേ? കൃത്യമായിട്ട് അറിയില്ല സാർ. കളക്ടറുടെ ഇനീഷ്യേറ്റീവ് ഉള്ള ഒരു ഫംഗ്ഷൻ എന്നോട് പറഞ്ഞുള്ളൂ. ഓ, അതുകൊണ്ടാ ക്ലാസ് ടെസ്റ്റ് നടക്കുന്ന സമയമായിട്ടും ലീനിന് പോകാൻ ഞാൻ പെർമിഷൻ കൊടുത്തത്. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഹീസ് ദ ഫേസ് ഓഫ് ദിസ് കോളേജ്. എന്നതാ സാറേ? അവരൊരു VIP എവിടെ? ഇല്ല സാർ, എടുക്കുന്നില്ല. എടുക്കുന്നില്ലേ? ഏതായാലും വന്നതല്ലേ, ലീനെ കണ്ടിട്ട് പോയാൽ മതി. വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നോളൂ. ഷഹാന, ശോധം. ഓക്കെ സാർ. ശരി. സാർ, യെസ്. വിരോധമില്ലെങ്കിൽ ഞങ്ങൾ അവന്റെ ഹോസ്റ്റൽ റൂമിലൊന്ന് വെയിറ്റ് ചെയ്തോട്ടെ? ആയിക്കോട്ടെ. മുറിയാകെ വൃത്തിയായി കിടക്കുക. പയ്യന്മാരുടെ മുറിയാണേ. പണ്ട് ഒറ്റയ്ക്കായിരുന്നു വരവും പോക്കൊക്കെ, ഇപ്പൊ ഫുൾ ഫാമിലി ഉണ്ട്. ആ കല്യാണം ഉറപ്പിച്ചാണോടാ? ഉറപ്പാ. ഷാന, എന്റെ പേരൻസ് ആണോ? അല്ല, ലീൻ്റെ. ഒളിച്ചോടി പോകത്തില്ലെന്ന് ഉറപ്പായി. പേരൻസ് കൂടെ ഉണ്ടല്ലോ. ലീനില്ലാത്ത ദിവസത്തെ നോട്ട് കൊടുക്കാൻ ചിലപ്പോഴൊക്കെ വരാറുണ്ട്.
സക്കറിയല്ലേ? ഇതെന്തിനാ ഇത്? അതെല്ലോ ഇച്ചിവിടെ വന്നായിരുന്നോ? ഇല്ല, എൻ്റെ അറിവില് ഇവൻ എന്തിനാ ഇച്ചിങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കണേ? എന്തിനാ പൊട്ടിച്ച? നിങ്ങൾ തമ്മിൽ എന്താ ഉള്ളതെന്ന് ഞാൻ ചോദിക്കണില്ല. നോട്ട്സിന്റെ കഥയൊന്നും പറയണ്ട. ഈ കാണുന്നതൊന്നും നമ്മൾ അറിയണ തൊമ്മിയുടെ മുറിയല്ല. നിനക്ക് അവനെ പറ്റിയോ അവന്റെ അപ്പനെ പറ്റിയോ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് തുറന്നു പറ. ഇപ്പോ എന്നോടൊന്നും പറയാറില്ല. ഒഴിഞ്ഞൊഴിഞ്ഞ് നടക്കും. ഇപ്പോൾ പുതിയ കുറെ ഫ്രണ്ട്സും ഉണ്ട്. ആര്? ഞാനിപ്പോ മോളെ, ഇതേ സക്കറിയാടെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു കടലാസ. ഇത് എവിടുത്തെ പരിപാടിയാ? ഇത് ഗോവയല്ലേ? ഗോവയില് പരിപാടി ഉണ്ട്. ശരിയാ, അത് 9-ാം തീയതിയാ. അപ്പൊ ഇന്ന് എത്രാം തീയതി? 8-ാം തീയതി. 8-ാം തീയതി. അത് നവംബർ 9. അപ്പൊ നാളെയാണല്ലോ. എത്രയാ? 4800. എൻ്റെ കൺഫേം ആണോ സാർ? ഒന്ന് വെയിറ്റ് ചെയ്യേ. ശരിയാണോ? ആ ശരിയാ. 200 ബാലൻസ്. ടിക്കറ്റ്. ഓ സോറി. അവസാനത്തെ ടിക്കറ്റാ. രണ്ടിടത്തായിട്ടാ സീറ്റ് കിട്ടിയത്. നമ്മൾ ഇവിടുന്ന് ചുറ്റിത്തിരിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേനും അവൻ ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്താ മോളെ ഒരു ഉറപ്പ്? ഇതെല്ലാ കൊല്ലമുള്ള പരിപാടിയാ. ഇച്ച എന്തായാലും വരാതിരിക്കില്ല. എന്നാലും ചെറുക്കനോട് നേരിട്ട് ചോദിക്കാനുള്ള കാര്യത്തിന് അവൻ പറയില്ല. ഓടിച്ച നമ്മൾ വിചാരിച്ചതിനേക്കാളും മിടുക്കനായി പോയി അവൻ. പിന്നെയും കുറെ നുണകൾ കേൾക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പനും മോനും കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഹലോ, അമ്മ എന്താ പറയാതെ വന്നേ? ഹലോ അമ്മ. വിളിച്ചായിരുന്നു, നീ എടുത്തില്ല. അതെന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. എന്നാൽ ഈ വെള്ളങ്കണ്ണി പോക്ക് നിങ്ങൾ എന്നോട് പറയാതെ പോയല്ലോ. ഒരു ദിവസത്തേക്കല്ലേ? അല്ല, അപ്പൊ കൊച്ചു അക്കച്ചേടത്തിന്റെ വീട്ടിലാക്കി. അമ്മയുടെ ശബ്ദത്തിന് എന്നാ ഒരു കനം? അവളുടെ ക്ലാസ് ആയിരിക്കും. പക്ഷെ എന്തേലും കൊടുത്തി തന്നെ കാണും അല്ലേ? ബസ്സിലാ? കുട്ടീസിന് എന്ത്? ഹലോ, ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ കത്ത് വല്ലതും വന്നായിരുന്നോ? 2 ദിവസം മുമ്പ് വന്നിരുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഹലോ അമ്മ. മോന, ഇപ്പോഴത്തെ പിള്ളേര് നമ്മൾ പറയുന്നോട്ട് അവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്നോട്ട് നമുക്കും മനസ്സിലാവില്ല. എൻ്റെ മോൻ 12-ലാ. അവൻ ഫ്രണ്ട്സായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ജോക്സ് കാണണം. കംപ്ലീറ്റ് നോളജ്. സീറ്റ് വേണേ പുഷ് ചെയ്യാം. റിലാക്സ്. ഓക്കെ. മോൾ അവിടെ പോയിരുന്നു.
चलिए साहब यही है टैक्सी, आइए 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 इस तरफ വണ്ടി വേണ്ട 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 വണ്ടി വേണ്ട വേണ്ട साहब इनका रहने से इसका मसला नहीं है ना, सर मैं अच्छे से हम लोग समझ लेंगे। വണ്ടി വേണ്ട 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 अरे भाई क्या कर रहे तू? क्या है हैं? मेरे घर में आने वाले लोगों को तुम क्यों लेके जाते हो हैं? तू जा വണ്ടി ഒരുപാട് ലേറ്റ് ആയില്ലേ? ഞാനിവിടെ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ജാ. ഈ അവസ്ഥയിലെങ്ങാനും അവന്മാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ചിലവന്മാർ വിശ്വസിക്കാൻ പറ്റൂലേ? പറഞ്ഞു നിങ്ങൾ ഈ മലയാളിയാന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ കയറി ഇടപെട്ടതേ. പറഞ്ഞു എങ്ങോട്ടാ പോണ്ടേ? അല്ല ഇതെൻ്റെ ടാക്സി. ഇനി ടാക്സി വേണ്ടെങ്കിൽ ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാം. എൻ്റെ ഫ്രണ്ട്സുണ്ട്. ആദ്യം ഞങ്ങൾക്കൊന്ന് പല്ല് തേക്കണം, കുളിക്കണം. ഏതെങ്കിലും തുണിക്കട കൊണ്ടു നിർത്തിയാൽ ഞങ്ങൾ മാറാനായിട്ടൊന്നും എടുത്തിട്ടില്ല. അതാ ആ എന്നാ പറയാം. ഇതിലിപ്പോ അല്ല വരണം. മോള് വാ. मंसूर भाई. हाँ बोलो. ऐसा है ये हमारा आदमी है भाई. इनको फ्रेश होने के लिए एक रूम चाहिए. ठीक. एक घंटे के लिए रूम ऊपर है. 600 रुपये भाड़ा. ഒരു മണിക്കൂർ വരച്ച കാര്യമല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഇറങ്ങാൻ നമുക്ക് താമസിക്കാനൊന്നുമില്ലല്ലോ. വരൂ, എനിക്ക് പരിചയമുള്ള സ്ഥലം ഇത്. വരണം. रूम ले लिया है। ഈ ചെറിയ സെറ്റപ്പിൽ ഇതൊക്കെ ഉള്ളൂ. മോളെ മോളെ ഞാൻ നോട്ടീസ് എടുത്തി. ഇതെവിടെയാണെന്നറിയോ? നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വന്നോ? അല്ല ഇതെന്റെ മോനെ. ഈ സാറോ? ഇതാദ്യം പറയണ്ട മാഷേ. ഇദ്ദേഹം ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ? എല്ലാ കൊല്ലം അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഇവിടെ ഉണ്ടാവും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞാനൊരു 10 രൂപ ട്രിപ്പ് ആൾക്കാരെ കൊണ്ട് അവിടെ പോകാറുണ്ട്. ചേച്ചി ഇത് മോന്റെ ഭാര്യ. ആ നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. അല്ല ഇന്നെന്തായാലും ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ട് പോകും. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. അതെ, ഈ കാർണിവൽ ആകുമ്പോൾ പല ബീച്ചുകളിലായിട്ടാണ് പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഇത് ടൗൺ ഹാളിലാകാനാണ് സാധ്യത. അതോ കലാ അക്കാദമിയില്ല. ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. ശരി, ഫ്രഷാണ്. ഈ കഴിക്കാൻ എന്തെങ്കിലും ചേച്ചിക്ക് മാഷ്? അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. ശരി. അപ്പൊ സക്കറിയ സാറിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞല്ലേ? അത് ഞാൻ ഏറ്റു. ആ ഹലോ, ഹോസ്പിറ്റലിലെത്തിയാ? സുനന്ദേച്ചി കൂടെ ഉണ്ടാടി? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ആ ഒന്നിപ്പഴച്ച 3. ആ ദൈവം ചിലപ്പോൾ ഇതായിരിക്കും നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. നീ ധൈര്യമായിട്ട് പോയിട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കണേ. ശരി. ആ ഞാൻ ട്രിപ്പില്ല. ശരി. വൈഫാ? ഓ, പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷനാ. ഒന്നിപ്പഴിച്ച 3 പറഞ്ഞത് ആദ്യത്തെ 2 പെൺകുട്ടികളായിരുന്നല്ലേ? പക്ഷെ അവിടെ ആയിട്ടാണ്. അങ്ങോട്ട് നടന്നാൽ മതി. ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട്. പടം നിങ്ങളോട് കാര്യം പറയാതാണോ അവര് പോയെ?
വീട് കട, വീട് പള്ളി, വേറെങ്ങും പോകുന്ന പതിവില്ല. അതിപ്പോ കുട്ടിച്ചനായാലും ശരി, ജെസി മോളായാലും ശരി. വേളാങ്കണ്ണി പള്ളിയിലൊക്കെ പോറുണ്ടെന്നാണല്ലോ നിങ്ങളുടെ പെണ്ണുമ്പിള്ള പറഞ്ഞ്. നീ എങ്ങനെ പറഞ്ഞായിരുന്നോടി? അത് പിന്നെ SI സാറ് ഫോൺ ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു. പക്ഷെ വേളാങ്കണ്ണിക്ക് തന്നെയാണോ പോയെന്ന് ഉറപ്പൊന്നുമില്ല സാറേ. മൊത്തത്തിലൊരു ഒളിച്ചു കളിയാന്നല്ലോ. ഏത് പള്ളിയിൽ പോവാന്നേലും അത് ഈ കൊച്ചിനോടെങ്കിലും ഒന്ന് പറയണ്ടായിരുന്നു. ഇതിപ്പോ 2-3 ദിവസം ആയില്ലേ. മോളിക്ക് വന്നേ, പേടിക്കണ്ട, ഈ വന്നേ. അമ്മ എവിടാ പോയത്? മോക്കറിയാം, പറ. അവര് പള്ളിയിൽ പോയിട്ട് ചിലപ്പോ തൊമ്മേക്കാണ് കോളേജിൽ പോയതായിരിക്കും. അപ്പാപ്പനും അമ്മച്ചിയും കള്ളം പറയാൻ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നോ? അവന്റെ പേര് കേട്ടോ എനിക്ക് കലി വരും. കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്നെ ഇട്ട് നക്ഷത്രം എണ്ണിച്ചോണ്ടിരിക്കുക. അതെന്നാ സാറേ? 2-ന് വരാന്ന് പറഞ്ഞല്ലേ അവൻ മുങ്ങിയത്, അതും സീസണിന്റെ പീക്ക് ടൈമിൽ. ദാ കണ്ടില്ലേ, അവരെ വെച്ച് പ്രോഗ്രാം ചെയ്യാനായിരുന്നു ഞാൻ ഈ ബോർഡെല്ലാം വെച്ചത്. ഇന്നിപ്പം വേറൊരുത്തനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അവനാന്ന് വിട്ട് ശരിയാവുന്നില്ല. അതെന്നായിരുന്നു സാറേ അവനോട് പോയത്? ജയന്ത, നമ്മുടെ KVM പ്രോഗ്രാം എന്നായിരുന്നു സെപ്റ്റംബർ 19. അപ്പൊ സെപ്റ്റംബർ 14 അവൻ ഇവിടുന്ന് പോയത്. സക്കരയുടെ മോന്റെ കൂടെ അല്ലേ പോയത്? ഒരുമിച്ച് ബൈക്കിലാണല്ലോ പോയെ. മോന്റെ കൂടെ? അങ്ങനെ എന്നോട് പറഞ്ഞു. കണ്ടപ്പം മോനെന്ന് തന്നെ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയത് കൊണ്ട് പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. ആരെ വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കോവിലാൻ പോയ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇച്ചയെ കണ്ട ആരും പറഞ്ഞില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. സ്വന്തം കെട്ടിയോനെയും മോനെയും ഒരു പിടിയും കിട്ടുന്നില്ല. മോൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയുമ്പോ അത് തൊമ്മി തന്നെയാണെന്ന് തന്നെ ഉറപ്പ്. നാട്ടുകാരൊക്കെ പറയുന്ന പോലെ ഇനി വേറെ വല്ലതോ മറ്റോ. എന്താ മോളെ നീ പറയുന്നത്? ഹലോ. ഞാൻ നാട്ടിലോട്ട് തിരിച്ചടി. ഒറ്റയ്ക്കല്ല, ഒരു ഫാമിലി ഉണ്ട്. അവർ കോട്ടയത്തേക്കാണ്. അവരെ മംഗലാപുരത്ത് വിട്ടിട്ട് ഞാനങ്ങ് വരും. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അഡ്മിറ്റാ? എന്താ സുമ? നീ വിഷമിക്കാതിരിക്കെ, ഞാനങ്ങോട്ട് വരല്ലേ. ശരി. അതെ മാഷേ, ഈ സക്കറിയ മാഷും മോനും കൂടെ നാട്ടിലോട്ടാണ് പോയതെങ്കിൽ ഈ ടോൾ വഴിയേ പോകാൻ സാധ്യതയുള്ളൂ. ഇവിടെ ആകുമ്പോൾ CCTV ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഇനി ഒരു പക്ഷേ മോൻ ഒറ്റയ്ക്കാണ് തിരിച്ചു പോയതെങ്കിലോ? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് പൊറോട്ട എടുത്തേ. പൊറോട്ട തുമ്മി. കുട്ടിച്ച തുമ്മി. എവിടെ? കൂടെയുള്ളതാരാ? അല്ല, കൂട്ടുകാരനാ.
गए ना? नहीं नहीं വെയിറ്റ് കറോ. അതെ, ഈ നമ്മുടെ സക്കറിയ സാറിനെ മോൻ കൂട്ടിക്കൊണ്ടുപോയത് ഏത് ഡേറ്റ് എന്നാ ഉസ്താദ് പറഞ്ഞത്? സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14. ബൈ സെപ്റ്റംബർ 14th ഈവനിങ് 4 o'clock से पूरा चक्कर. ठीक है. ശരിക്കും ശ്രദ്ധിച്ചോണേ. നിർത്തിക്കേ പൊറോട്ട എടുത്തേ. പൊറോട്ട റിവേഴ്സ് കറോ. അത് ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട. ഗോവ വിട്ടിട്ടുണ്ട്. മോനുമായിട്ടല്ലേ പോയത്. ഇനിയിപ്പോ മംഗലപുരത്തോട്ടാണ് പോയതെങ്കിൽ അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. അവര് നാട്ടിലേക്കാണോ പോയെന്നറിയാൻ അതിനും വഴിയുണ്ട്. വരണം. താങ്ക് യു. इसमें नहीं है ना? എന്നെ പറഞ്ഞേ. ഈ പറയുന്ന ദിവസം ഇതുവഴി പോയിട്ടില്ല. ഇതിലേ പോയിട്ടില്ലെന്നോ? താങ്ക് യു. ठीक है. ഇവിടെ കടന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകാനാ? അതാ ഞാനും ആലോചിക്കുന്നു. ഇതിപ്പോ ആ ടോൾ ബൂത്ത് മുതൽ ഇതുവരെ ഏകദേശം ഒരു 10 കിലോമീറ്ററാണ്. പക്ഷേ ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര നല്ല ഏരിയ അല്ല. പിന്നെ ഇടയ്ക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് വേറെ വഴിയില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ്. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എന്താ? അല്ല, പോയാലോ? വാ. एक दिन के लिए? मॉर्निंग को. अच्छा. കഴിക്കാമല്ലോ, വാങ്ങിക്കണം മോളെ. എനിക്കവിടെ പോകണം കുട്ടിച്ച. 10 കിലോമീറ്റർ എനിക്ക് ആ വഴി ഒന്ന് പോകണം. അതിലേ പോയിട്ട് നീ എന്ത് കാര്യം? പോരെങ്കിൽ അത്ര നല്ലതല്ലാത്ത വഴിയാന്നല്ലേ ഡ്രൈവർ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് നീ നാട്ടിൽ നിന്ന് പോയാൽ മതി. എനിക്ക് പോണം. നമ്മളെ തരുന്ന എന്തോ അവിടെ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നമുക്ക് പോവാം. പക്ഷേ നാളെ രാവിലെ ഒന്ന് പോയി നോക്കാം. ഒരു അമ്മയുടെ തോന്നലല്ലേ പക്ഷേ, ചിലപ്പോൾ അതിലെന്തെങ്കിലും കാണാതിരിക്കില്ല. हाँ, कार्बोरेटर ठीक करने के लिए लेके आया था, मैंने ठीक कर दिया.
उसके बाद वो आया नहीं है। थोड़ा दिन में मैं इधर नहीं था, वो दिनों में वो आया तो मेरे को मालूम नहीं है। इतना दिनों में आया नहीं है ना, मैं इसीलिए पुलिस स्टेशन में कंप्लेंट देने के लिए रुका था। मेरे काम का पैसा भी नहीं दिया। आप उसको पहचानते हैं? എത്ര? ആദ്യം പോയി മോനെ കണ്ടിട്ട് വരണം, കാശൊക്കെ പിന്നെയല്ലേ. അല്ല സതീശ് പൊക്കോ. എൻ്റെ പൊന്നച്ചേ, ആദ്യം പോയി മോനെ കണ്ടിട്ട് വാ. ചെല്ലേ, ഞാനേതായാലും ഇത്ര ദൂരം വന്നതല്ലേ, ഞാനും ഒന്ന് അവനെ കണ്ടിട്ട് പോവാം. ചെല്ലണം. എവിടെ? നീയുണ്ടോ? നിന്റെ അപ്പനെ എവിടെയെന്ന് ചോദിച്ചേ? ഞാനെങ്ങനെ അറിയാനാ? വൃത്തിയേടായിട്ട് അല്ല എന്റെ പരിപാടി. നീ ഗോവയിൽ പോറണ്ടോ? ഗോവയിലോ? ഞാനോ? ഇല്ല. അമ്മ എപ്പോഴത്തെ കാര്യം പറയുന്നത്? ആ, കുട്ടിച്ചനോ? ഷഹാന കഥ കടച്ച് പണ്ടൊരിക്കൽ മംഗലപുരം വണ്ടി ടൂറിന് പോയായിരുന്നു, പിന്നെ കോയമ്പത്തൂര്. അല്ല, അമ്മേൻ്റെ അടുത്ത് ആരാ അതൊക്കെ പറഞ്ഞു തന്നെ? ഇത് കള്ളാണെന്ന് ഞാൻ വിശ്വസിക്കണം. പിന്നെ നീയല്ല അല്ലേ? ഇത് അത് അലൻ്റെ കൂടെ ഒരിക്കൽ പോകാൻ വേണ്ടി പോയതല്ല. ഞാൻ പറഞ്ഞല്ലോ, മംഗലപുരത്ത് അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പം എന്നാ പിന്നെ ഇവിടുന്ന് അടുത്തല്ലേ, അവിടെ വരെ ഒന്ന് പോയേക്കാലോ എന്ന് വിചാരിച്ചു. ഒറ്റ ദിവസം അല്ല, ഒറ്റ ദിവസം പോലും ഇല്ല, പകുതി ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നീ ഗോവയിൽ പോയപ്പോൾ ഒരാളെ കണ്ടു. ഗോവയിൽ? അവിടെ എനിക്കാരാ? അവിടെ ആരെ കാണാനാ? അവിടെ വെച്ച് നീച്ചയെ കണ്ടില്ലേ? ഇച്ച്? ആ, അവിടെ വെച്ച് നീ നിന്റെ അപ്പനെ കണ്ടില്ലേന്ന്? അമ്മ വിസ്തരിക്കാൻ നിൽക്കരുത്. എന്നുവെച്ചാ വിസ്തരിക്കാൻ നിൽക്കരുത്. നീ ആയിരിക്കും ഓരോന്ന് കൊളുത്തി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? നീ അവളുടെ അടുത്ത് കുതിരാറുണ്ട? ഗോവയിൽ വർക്ക്ഷോപ്പിൽ ബൈക്ക് വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോയത്? എന്താ? ഗോവയിൽ വർക്ക്ഷോപ്പിൽ ബൈക്ക് വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന്? നിന്റെ അപ്പനെ എങ്ങോട്ടാ പോയത്? എടാ, അങ്ങനെ വേറെ പിള്ളേരെ കൂടെ പോയി പറഞ്ഞോ? അത് സഹിക്കാൻ ഞാൻ തയ്യാറാ. ഇതെന്താ ഇത്? ഇതെവിടുന്നാ വന്നേ? അപ്പൻ എങ്ങോട്ടോ പോയി.
ആരോ കാണണം, കല്യാണക്കാര്യമാ, അവിടെ പോണെന്ന് പറഞ്ഞു. ഇതെനിക്ക് തന്നിട്ട് അപ്പൻ എങ്ങോട്ട് പോയി. പിന്നെന്താ നീ ആ ബൈക്ക് തിരിച്ചെടുക്കാഞ്ഞത്? അത് എൻ്റെ കയ്യിൽ അതിന് മാത്രം കാശില്ലായിരുന്നു. നിന്റെ ഒരു കൂട്ടുകാരനോടുള്ള ചെറുക്കൻ അലൻ, അവനോട് പോയി. അലന് ഗോവയിൽ എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ തന്നെ തങ്ങി. നീ എന്തിനാ ഗോവയിൽ പോയത്? അപ്പന് സർപ്രൈസ് കൊടുക്കാന്ന് കരുതി, അതുകൊണ്ട് ഞാൻ ഗോവയിൽ പോയെ. എന്നിട്ട് അവിടുന്ന് കിട്ടിയ ലോറി കയറി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ പിന്നെ നീ ഇച്ചയെ കണ്ടിട്ടില്ല? ഇല്ല. കുട്ടിച്ച ഇവൻ പറയണത് മുഴുവൻ നോണയാണ്. ഞാൻ കാണിച്ചു തരാം. പറഞ്ഞു അവൻ എങ്ങോട്ടാ പോയി? നിന്റെ അപ്പം കാരണം കേസും മുക്കാരും കാരണം ഒരു മനസമാധാനവും ഇല്ല. ഒരുത്തൻ വിഷം അടിച്ച് ചാകാറായിട്ട് കിടക്കുക. ഒന്ന് പറ മോനെ. ഇച്ചേനെ കുറിച്ച് എന്റെ അടുത്ത് എന്തിനാ അന്വേഷിക്കുന്നേ? അമ്മയ്ക്കല്ലേ ഇച്ചേന്റെ കത്ത് ഡെയിലി വന്നോണ്ടിരിക്കുന്നേ, പിന്നെ എനിക്ക് എങ്ങനെ അറിയാനാ? ഇതിനെ കുറിച്ചാണ് നീ പറയണേ? ഇതിനെ കുറിച്ചാണ് നീ പറയണേ? സ്വന്തം അപ്പന്റെ പേരിൽ അമ്മയെ പറ്റി കത്തിയിട്ട് മഹാഭാവിയല്ലേ നീ? നീ ആയിരിക്കും വരി കാണിച്ചു കൊടുത്തേ? ആരാടി നീ? ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്ന ഇടപെടാ ആരാടി നീ? പ്രേമം മണ്ണാങ്കട്ടെ പറഞ്ഞ എന്റെ തലേ കയറി നിറങ്ങാൻ വന്ന എന്താ അമ്മയ്ക്ക് വേണ്ടേ? എന്താ അമ്മയ്ക്ക് വേണ്ടേന്ന്? ആരാടി നീ? എന്താ വേണ്ടേ? എന്താ കുട്ടിച്ചന് വേണ്ടേ? എന്താ കുട്ടിച്ചന് വേണ്ടേന്ന്? എഴുതി, കത്ത് എഴുതിയേ, ഞാനാ എഴുതിയേ. എനിക്ക് നമ്മുടെ വീടായിരുന്നു വലുത്, അമ്മേന്റെ സന്തോഷമായിരുന്നു വലുത്. എന്ന് വരുമെന്ന് അറിയാത്ത അപ്പനേക്കാൾ വലുത് എനിക്ക് അതായിരുന്നു. അതുകൊണ്ട് ഞാൻ എഴുതി, ഇനിയും എഴുതും. ഞാൻ എഴുതി, മനസ്സിലായോ? എങ്കിൽ ജനിപ്പിക്കരുതായിരുന്നു, മനസ്സിലായോ? ജനിപ്പിക്കരുതായിരുന്നു. കുരുത്തക്കട്ടവരെ തല്ലോടോ, തന്നെ തല്ലു, മനസ്സിലായോ? പോലീസ് കളിക്കാൻ വന്ന തന്നെ തല്ലു. ഇതെന്താ മോളെ? ഞാൻ കയ്യിലെടുത്തോളാടി, കേട്ടോടി. എന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിടോ? എന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിടുവോന്ന്? ഇനി എല്ലാവരും പറയട്ടെ, ഞാൻ മടുത്തു, തോറ്റു, ഭാര്യയായിട്ടും അമ്മയായിട്ടും. ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് പറ്റത്തില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ എളുപ്പാ, അതാ ന്യായവും. നന്നായിട്ട് ഇടിച്ചും തൊഴിച്ചൊക്കെ അവര് സത്യം പറയിപ്പിച്ചോളൂ. പിന്നെ കോടതിയും കൂടെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ന്യായം. പിന്നെ അങ്ങോട്ടൊരു കാലമുണ്ട്. എല്ലാം കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ എത്തുന്ന അപ്പനെ അമ്മയെ അല്ല പിള്ളേർക്ക് വേണ്ടത്. ഓരോന്ന് പറ്റിപ്പോകുമ്പോൾ അത് എന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിക്കുന്നവരെയാണ്, ചേർത്ത് പിടിച്ച് കൂടെ നിർത്തുന്നവരെയാണ്.
വിട്ടുകളയുന്നവരല്ല. ഈ കുട്ടികളെ എങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്ന് ചില നേരത്തെങ്കിലും ചോദിക്കേണ്ടതേ. ആഗ്രഹിച്ചിട്ട് ഒരു അച്ഛനാവാൻ സാധിക്കാത്തവനോടാ. മൂന്നാമത്തതും പോയി എന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടും ഒന്നും അറിയിക്കാതെ നിങ്ങളുടെ കൂടെ നിന്നതേ സ്റ്റേഷനിലെത്തി 2 ട്രിപ്പ് അടിക്കാനല്ല. ഈ വലിയപ്പനെയും അമ്മേനെയും ഞാൻ ഒരിക്കലും പെരുവഴിയിലാക്കിയിട്ട് പോവില്ല. ഇനി കണ്ടിട്ടില്ലേലും കാണാൻ പറ്റിയില്ലേലും അത് ഞാൻ എൻ്റെ കുഞ്ഞിനും കൊടുത്ത വാക്കാണ്. ആദ്യം ഒരു പഫേ തുടങ്ങി ചതിച്ച കൂട്ടുകാരെ എനിക്ക് രക്ഷപ്പെടണോ, എനിക്ക് രക്ഷപ്പെടണോ, എനിക്കൊരു സമയം എന്താ, എനിക്കൊരു സമയം എന്താ സമയം അപ്പ എവിടെ സമയം എനിക്ക് രക്ഷപ്പെടണോ, അപ്പ എവിടെയാന്ന് വെച്ചാൽ സമയം വേണം. എന്തിനാ സമയം? അപ്പ എപ്പോഴാ വരിക ഒന്ന് പറ. എനിക്കറിയില്ല, എനിക്ക് സമയം തരണം. രക്ഷപ്പെടണോ, എനിക്ക് രക്ഷപ്പെടണോ. ഞാൻ എന്താ വേണ്ടേ കുട്ടിച്ച? ഒരു പിടിയും കിട്ടില്ല. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൊമ്മിയെ. അതല്ലാതെ വേറെ വഴിക്ക് നീങ്ങിയാലേ അവനെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തും. ഇപ്പൊ അവൻ അതിനുള്ള അവസ്ഥയിലല്ല. നീ കണ്ടല്ല, അവൻ ചോദിച്ച സമയം നമുക്ക് കൊടുക്കാം. അതുവരെ ഞാൻ എന്താ വേണ്ടേ? ഇച്ച എപ്പോഴെങ്കിലും വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നോട്ടെ എന്നാണോ? ആണോ? ഞാനിരിക്കുന്നില്ലേ? എന്റെ ഒറ്റ മകനാ, ഞാനിരിക്കുന്നില്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ടത് അവിടെ കിടന്ന് കരയുന്ന എന്റെ കൊച്ചുമോന്റെ പഴയ മുഖമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും. ചാകുന്നവരെ എന്റെ മോനെ കാത്തിരിക്കാനാണെങ്കിൽ അതും. ഞാനും അതാ ചെയ്യുന്ന കുട്ടിച്ച. കഴിഞ്ഞ 3 മാസമായിട്ട് അതായിരുന്നു എന്റെയും ജീവിതം. പിള്ളേരുടെ കുട്ടിച്ചന്റെ മുമ്പിൽ പൊട്ടിപ്പോവാതിരിക്കുള്ള തത്രപ്പാട്ടിലായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ. അറിയാമോ? ഇനി ചെയ്യണോ? ചെയ്യാം. പക്ഷെ നീ എന്താ വിഷമിച്ചിരിക്കണേ? അമ്മയ്ക്ക് ഇതെന്തു പറ്റി എന്നൊന്നും ആരും ചോദിക്കാൻ വരരുത്. ഞാനൊരു അമ്മയെ കുട്ടിച്ച. ഞാൻ എന്റെ കുഞ്ഞിന്റെ കൂടെ തന്നെ നിൽക്കും, അവന്റെ മുഖത്ത് ചിരി തെളിയുന്നത് വരെ. പക്ഷെ ഞാൻ ഒരു ഭാര്യയും കൂടെയാ. എനിക്ക് എന്തെങ്കിലും വിഷമുണ്ടായ മറയില്ലാതെ തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരാളാ പോയേക്കുന്നത്. അറിയാമോ? തൽക്കാലത്തേക്കെങ്കിലും എന്റെ ആ ഒരു ഭാഗത്തെ അടച്ചുപൂട്ടി വെച്ചിട്ടാ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിൽക്കാൻ പോകുന്നതെന്ന് മറ്റാര് മനസ്സിലാക്കിയില്ലെങ്കിലും കുട്ടിച്ചെങ്കിലും മനസ്സിലാക്കണം. മനസ്സിലായോ? മോനെ അങ്ങോട്ട്.
ആരൊരാൾ മീട്ടിടുമോ കൈവിരൽ തുമ്പാലെ ജന്മസാരമായി പൊഴിഞ്ഞിടാം വെറുതെയൊരു മോഹം ആകമേ. ഹൃദയം തൊടു രാവേ നിലാവാലേ നീ മെല്ലെ പ്രതീക്ഷ മറന്തമോരോ ഇതളിലും ചുരന്നു താനേ വരൂ എന്നുയിരേ നീ നിന്നാളം കാത്തിരുന്നു ഞാനേ സ്നേഹമോടെ നീ പകർന്നു നേർത്ത ചൂടും നറുമധുരം പാതിയിൽ പൊഴിയാതെ നീ സൂര്യനായി തെളിയോ ആരോരുമില്ലാതെ ഞാൻ തണലു മൗനമായി നീ വഴി സ്നേഹമേ നീ എൻ വാഴ്വിനായി നാളു തോറും ഉരുകുകയോ ആരൊരാൾ നീട്ടിയിടുമോ കൈവിരൽ തുമ്പാലെ എൻ ജന്മസാരം സ്വരമായി പൊഴിഞ്ഞിടാം. നന്നായിട്ട് പാക്ക് ചെയ്യണേ കേട്ടാ. കബീർ കാ അസ്സലാമു അലൈക്കും. വാലേക്കും ഇസ്ലാം. എന്നാ നിക്കാഹ്? ആരാ?
എനിക്കങ്ങോട്ട് ഞാൻ സക്കരയുടെ നാട്ടിൽ നിന്നാ. അവൻ പറഞ്ഞ് ഇക്ക എനിക്കറിയാം. ആ അവൻ പണ്ടമായിട്ട് മുങ്ങിയല്ലേ? ഏയ് സത്യമുള്ളവന. വാങ്ങിയ സ്വർണവും കൂടെ ഒരു ഭാഗം വേറെയും ഭാര്യയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. സക്കരയുടെ ഭാര്യയുടെ കയ്യിലോ? അതെ, 36 തന്നെയാ കൊണ്ടുവന്നത്. താമസത്തിന് ക്ഷമ ചോദിച്ചൊരു കത്ത് വായിച്ചു. കത്തോ? എന്നാ അയച്ചേ? കുറച്ച് ദിവസമായി കാണും. അല്ല, നിങ്ങളുടെ പേരെന്താ? ആ കത്ത് എനിക്ക് വേണമല്ലോ ഇക്ക. അല്ല, അത് നിൽക്കേണ്ടത് ഞാൻ തരുന്നു. ഇക്ക കത്തിങ്ങെടുക്ക്. തെളിവ് സൂക്ഷിക്കേണ്ടത് പോലീസുകാരുടെ ജോലിയല്ലേ. എടുക്ക്. ആ എന്തൊരു സൗന്ദര്യമാണ്. സിനിമയിൽ നായകനാവണ്ടോ? ചേച്ചി ലേസർ പ്രിന്റ് അവിടെ. എടാ ഗസ്റ്റ് ലിസ്റ്റിന്റെ കോപ്പി എടുത്തേ. അതെ, ഒരു 15 അടിച്ചോ? ഓക്കെ ഓക്കെ. എന്തിനാ കുറയ്ക്കുന്നേ? അത് തന്നെ ഇൻവിറ്റേഷൻ ആണ്, മെയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ജനുവരി 26 സെന്റ് ജോർജ് ഹാളിലോ? അതെ. ഇതേ പ്രോഗ്രാമിന്റെ ഫ്ലെക്സ് പ്രിന്റിംഗ് ആണല്ലോ അകത്ത് നടക്കുന്നത്? ഇതേ പ്രോഗ്രാമിന്റെ? ആ അതെ. നിങ്ങൾ ആൾക്കാർ തന്നെ? അല്ല, അവരകത്തുണ്ട്. അതാരാ? വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിയോളൂ. വന്നോ? എന്തു ഇത്? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നിങ്ങളെല്ലാരും കൂടി ഇത് ആഘോഷിക്കുകയാണോ? പിന്നല്ലാതെ വരയെഴുത്തും ഇതിന്റെ എല്ലാ ചെലവും ഞങ്ങളെല്ലാം ചേർന്ന് അങ്ങ് എടുക്കുക. ആള് വരുവിടാ. നിങ്ങളോട് ഇത് ആരാ പറഞ്ഞേ? മനസ്സ് പറഞ്ഞു. അല്ല, അത് തെറ്റില്ല. നീ ഓർക്കുന്നുണ്ടോ, നിനക്ക് ദീർഘയ്ക്കുള്ള അവാർഡ് കിട്ടുന്ന 1 മാസം മുമ്പ് അങ്ങേര് ദൂരം മുങ്ങിയതാ. പക്ഷെ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അങ്ങേര് എങ്ങോട്ട് മുങ്ങിയാലും കൃത്യസമയത്ത് തന്നെ എത്തി. അതാണ് മുത്തുമണി. ആ വരുന്നു. ആ വാ. അത് കഴിഞ്ഞോ? ഉറപ്പാടാ, നിന്റെ അപ്പം വരും. എനിക്കും അങ്ങനെ തോന്നുന്നു. അയാളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് സർ എല്ലാത്തിൻ്റെയും ഉത്തരം. ആ തോന്നൽ ഉള്ളത് കൊണ്ട് എൻ്റെ അന്വേഷണം വളരെ സീക്രട്ടായിരുന്നു. ഗോവയിൽ വെച്ച് അയാൾ മകനെ കണ്ടുമുട്ടുന്നു, ശേഷം മിസ്സിംഗ് ആവുന്നു. പിന്നെ അയാൾ അന്വേഷിച്ച് അവിടേക്ക് പോകുന്ന അയാളുടെ ഭാര്യയും അപ്പനും. അപ്പോഴും എവിടെ നിന്നോ വന്നുകൊണ്ടിരിക്കുന്ന അയാളുടെ കത്തുകൾ. ഒരു മിസ്റ്ററിയുടെ ലക്ഷണമില്ലേ സർ? ഒരു മെനഞ്ഞെടുക്കപ്പെട്ട മിസ്റ്ററി. അല്ല, ഈ കത്തുകൾ സക്കറി എഴുതിയതല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സർ, ഇത് അവസാനം വന്ന കത്താണ് സർ, കബീർ കല്ലായിക്ക്. ഈ കത്ത് പോയിരിക്കുന്നത് പ്ലാൻ തോട്ടത്തിൽ സക്കരയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. യു മീൻ? ജസ്സിയോ മകനോ അറിയാതെ ഈ കത്ത് കബീറിലെത്തില്ല സർ. എന്ന് വെച്ചാൽ സക്കര എവിടെ ഉണ്ടെന്ന് ജസ്സിക്കോ മകനോ നന്നായിട്ട് അറിയാം. എന്നിട്ട് കൂടുതൽ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ അവരെ നിങ്ങൾ? ചെയ്തു സർ, പക്ഷേ അവര് പിടി തരുന്നില്ല. അവരെന്നെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് മനഃപൂർവ്വം. എനിക്കൊരു അറസ്റ്റിനുള്ള പെർമിഷൻ വേണം സർ. എടോ, സക്കറിയ വരുമെന്നും പറഞ്ഞ് ബാനറും കെട്ടി കാത്തിരിക്കുകയാണ് നാട്ടുകാരെല്ലാം. അതെ സർ, വന്നാലെല്ലാം അയാൾ പറയും, ഇല്ലേൽ ഇവരിലൊരാൾ. ഓക്കെ, യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു സർ. മോളെ, നിങ്ങൾ ഇതുവരെ റെഡിയായി? ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ മോളെ. ചേച്ചി, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ആ, പെട്ടെന്ന് ഇറങ്ങിക്കോ, പരിപാടി നമ്മുടെ കേട്ടോ. ഞാൻ പോവാ. ഇച്ച വരില്ലേടാ. അമ്മ കാത്തിരുന്ന് മടുത്തു. അതുകൊണ്ടാ. എന്നാ കാത്തിരിപ്പ് തീരുന്ന ദിവസം
സദ്ഗമയ, ലഹരി വിമുക്തം ജീവിതം. ഒരു നല്ല ആശയം, നല്ല ചിന്ത. ഈ സദസ്സും ഈ വേദിയും ഈ നാടും ഇന്നിവിടെ ഒരുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിനേക്കാൾ വലിയ മറ്റൊരു പെരുന്നാളാണ്. സക്രിയ വരുമെന്നാ തോന്നുന്നല്ലേ? അങ്ങനെയാണ് പൊതുവെ സംസാരം. അലങ്കോലപ്പെട്ടതും അതിന്റെ കാരണക്കാരനെയും നമുക്കെല്ലാവർക്കും അറിയാം. അവര് വീട് 2 ദിവസമായിട്ട് നിരീക്ഷണത്തിലാണ്. പക്ഷേ അയാൾ അവിടെ എത്തിയിട്ടില്ല. സക്രിയ വരാണ്ടിരിക്കും സാറേ. വന്നില്ലേ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ജെസ്സി മോനെ അറസ്റ്റ് ചെയ്യും. സാർ, പ്രിയമുള്ളവരെ, ഇത് വെറുമൊരു ആഘോഷം മാത്രമല്ല. സക്രിയായുടെ മകനും അവൻ്റെ കൂട്ടുകാരും നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമാകുന്നതിനോടൊപ്പം തന്നെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി ലീൻ സക്രിയ അവൻ്റെ പിതാവിനെ, സാക്ഷാൽ സക്രിയായെ നമ്മുടെ മുന്നിലേക്ക്, ഈ വേദിയിലേക്ക് ഇന്ന് ആനയിക്കുകയാണ്. ഒരുപക്ഷെ സക്രിയ ഇത്രയും കാലം നമ്മുടെ ഈ നാട് വിട്ടു മാറി നിന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ഒരു തിരിച്ചുവരവിന് വേണ്ടി തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവര്, ഇത് ആദ്യമായിട്ടല്ല ലീൻ സക്രിയ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ തൊമ്മി നമ്മുടെ നാടിന്റെ അഭിമാന താരമായി മാറുന്നു. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കോഴിവാലിന്റെ അത്ര പോലും വലുപ്പമില്ലാത്ത നമ്മുടെ ഗ്രാമത്തിന്റെ പേര് അങ്ങ് ഡൽഹി വരെ എത്തിച്ചവനാണ് നമ്മുടെ തൊമ്മി. ഇപ്പോ പുതുതലമുറയ്ക്ക് മാതൃകയായിക്കൊണ്ട് സദ്ഗമയുമായി നിൽക്കുന്ന തൊമ്മിയെ, നമ്മുടെ സക്രിയായുടെ അല്ല കറിയായുടെ മകൻ ലീൻ സക്രിയായെ നമുക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളെല്ലാവരും, ഈ നാട് മുഴുവൻ എൻ്റെ അപ്പനെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞൊരു വർഷമായി കാണാൻ പറയത്ത് എവിടെയായിരുന്നു. ഞാൻ കാണുന്നതും ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അപ്പൻ. ജീവിതത്തിൻ്റെ സംഗീതവും താളമൊക്കെ ഏതൊരു മകനും മനസ്സിലാക്കുന്നത് അവൻ്റെ അപ്പനിൽ നിന്നാണ്. ഏതൊരു മകൻ്റെയും ആദ്യത്തെ സൂപ്പർ ഹീറോ. പക്ഷെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൻ്റെ താളപ്പഴം ഉണ്ടാവുമെന്ന് ഒരപ്പനും കരുതുന്നുണ്ടാവില്ല. അതും അപ്പനെ പോലെ ആയിത്തീരാനുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പനിൽ നിന്നും പഠിച്ച ആ വലിയ അക്ഷരത്തെറ്റ് പിന്നീട് അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട സിംഫണി സക്രിയ. പക്ഷെ നിങ്ങളുടെ കാത്തിരിപ്പിന് ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടായേ പറ്റും. ഞാൻ എൻ്റെ അപ്പനെ അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന്, എവിടെ വെച്ചാണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. कितने किरण भाई? 78,000. पहले ये तो भी मिला के है ना 18,000. ആരും അറിയാതെ ഞാൻ അല്ലുമായി ഗോവയിൽ പോകാറുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് അന്ന് അവിടെ വെച്ച് അപ്പനെ കണ്ടത്. നീ അപ്പനെ കാണാണ്ട് പൊറുതി വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ? അല്ലേ? അതോ നിന്റെ അമ്മ വണ്ടിക്കുലിന്ന് പറഞ്ഞു? എനിക്ക് അപ്പനെ കാണണം തോന്നി. നോക്കിയപ്പോ അല്ല മംഗലാപുരത്ത് വരേണ്ട ഒരു ആവശ്യം. അപ്പൊ ഞാൻ ഐഡിയ ഇട്ട് ഇങ്ങോട്ട് വരാം. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് അപ്പം പറഞ്ഞതനുസരിച്ചാ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചത്. വരുന്ന വഴിക്ക് വെച്ച് ബൈക്ക് കേടായി.
എന്താപ്പാ? കുറച്ച് ഗോൾഡാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കോഴിക്കോട് കല്ലായ വഴി പോവാന്ന്. പണയം വെച്ചതാ? നമ്മുടെ കബീർക്കയുടെ കൊച്ചുമോടെ നിക്കാഹ തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്നാ വിടീര്, ഞാനേ ഒന്നിനു പോയിട്ട് വരാം. ഇപ്പൊ വരാന്ന്. എടാ മഴ വരുന്നു. അത് വരട്ടെ. നീ ആ ബാഗ് ഇവിടെ വെച്ചിട്ട് പോ. ഓ അത് കുഴപ്പമില്ല. ആ എന്തേലും ചെയ്യ്. ഭയങ്കര മഴയാടാ. എന്റെ പൊന്നെ എപ്പോ പോകും? എന്താണ് ഇത്? നീ എന്താ കുത്തി വെച്ചേ? അപ്പൊ നീ ഗോവയിൽ വന്നത് വെറുതെ ഇല്ലല്ലേ? ആ റിസോർട്ടിലുണ്ടായിരുന്ന ആരായിരുന്നാ? സൂക്ഷിച്ചു വേണം. എന്നാണോ സൂക്ഷിക്കേണ്ടത്? മോന്റെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയ ഒരപ്പം പിന്നെ എന്നാടാ ചെയ്യേണ്ടത്? അപ്പനാ എന്റെ ഗുരു. അപ്പൻ തബലക്കടി ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നാണ്ടാ ഞാൻ വളർന്നേ. അപ്പൻ തന്നെ എന്റെ ഗുരു. ഇങ്ങോട്ട് ഇത് നമുക്ക് വേണ്ട. നമുക്കത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കബളിപ്പിച്ചതല്ല ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എൻ്റെ അപ്പം പൊറുക്കാൻ പോന്ന് എൻ്റെ അമ്മയോടൊപ്പം നിന്നായിരിക്കും, എൻ്റെ കുട്ടിച്ചനോടൊപ്പം നിന്നായിരിക്കും, എൻ്റെ ചാര നിന്നായിരിക്കും. ഇല്ല കുട്ടിച്ച, ഇല്ലമ്മേ. പക്ഷെ ഒരു ലഹരിയും നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കില്ല, ഒരു ലഹരിയും നിങ്ങളെ സ്നേഹിക്കാൻ സഹായിക്കില്ല. അങ്ങനെ സ്നേഹിക്കാൻ സഹായിക്കാത്ത ഒന്നും നമുക്ക് വേണ്ട എന്ന് പറയുന്നത് ഞാൻ ലീൻ സക്രിയ എന്ന ഏറ്റവും വലിയ സാക്ഷി.
മാഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹാജരാക്കിയിട്ട് കസ്റ്റഡിയിൽ വാങ്ങിച്ചോളൂ. സാർ ഇവരുടെ മൊഴി എടുത്തില്ലേ? നാളെ 10 മണിക്ക് എടുക്കാം. ഓക്കെ. എന്താണെന്നറിയാൻ വേണ്ടിയാ ഞങ്ങളിവിടെ നിൽക്കുന്നത്. റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് ഞാൻ എഴുതില്ല. അതങ്ങനെയാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനഃപൂർവ്വം അല്ലാത്തൊരു നരഹത്യ. പക്ഷേ അതൊന്ന് മറച്ചു വെച്ചു എന്നൊരു ക്രൈം കൂടിയുണ്ട്. പിന്നെ ഡ്രഗ് ഡീലിംഗ്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. 2 വർഷമെങ്കിലും കോടതി ശിക്ഷ വിധിക്കും. ഇവനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. അമ്മയല്ല. അതവനറിയാം. എല്ലാ തരക്കാരും എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ചിരിക്കുന്നവര്, കരയുന്നവര്, ആഘോഷിക്കുന്നവര്, ചതിക്കുന്നവര്, നഷ്ടപ്പെട്ടവര്, നഷ്ടപ്പെടുത്തിയവര്, കൊല്ലുന്നവര്, ആത്മഹത്യക്ക് പോകുന്നവര്, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവര്. ഈ 20 കൊല്ലം കൊണ്ട് ഇപ്പറഞ്ഞവരെല്ലാം എന്നെ പഠിപ്പിച്ചത് ഒരൊറ്റ കാര്യമാണ്. മനുഷ്യർ അവരുടെ എല്ലാ സത്യം തുറന്നു പറയുകയാണെങ്കിൽ അവരൊരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന്, ജയിലിൽ കയറുമെന്ന്. സത്യം പറയാന്നുള്ളതാണ് മാഷെ ഏറ്റവും വലിയ ധൈര്യം. പ്രത്യേകിച്ച് അതെല്ലാം നഷ്ടപ്പെടുത്തി കളയാൻ കെൽപ്പുള്ള സത്യമാണെങ്കിൽ. നിങ്ങളെ മാഷ ശരിക്കും സ്വതന്ത്രൻ. ഞങ്ങളൊക്കെ പല തെറ്റുകളും ശരിയെന്ന് പറഞ്ഞ് മറച്ചു പിടിച്ച് ജീവിക്കുന്നവരാ. 48 മണിക്കൂറത്തെ പരിചയമുള്ളൂ എനിക്ക് നിങ്ങളുടെ അപ്പൂപ്പനും അമ്മയായിട്ട്. ആ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളെനിക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അനുജനായി. എപ്പോൾ വേണേലും ഒളിച്ചോടാവുന്നിടത്ത് നിന്ന് ഒളിച്ചോടാതെ നിന്ന് എൻ്റെ ഗുരു. ഞാൻ വരും 6 മാസം കഴിഞ്ഞ് മാഷ് ഇറങ്ങുമ്പോൾ കൂട്ടാൻ.